വളരെ പവിത്രമായ വിശുദ്ധമായ റമളാനിനെ കുറിച്ചാണ് നാം പറയുന്നത്. റമളാനിന്റെ ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10 എന്ന് നമുക്കറിയാം. റഹ്മത്തിനെ കുറിച്ച് പറയാനാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽ അവന്റെ റഹ്മത്തിനെ അറിയിക്കുന്ന ധാരാളം പേരുകളുണ്ട്. റഹ്മാൻ, റഹീം, അതുപോലെ റഊഫ്, അങ്ങനെ തുടങ്ങി അവന്റെ കാരുണ്യത്തെ അറിയിക്കുന്ന ധാരാളം പേരുകൾ അവന്റെ അസ്മാഉൽ ഹുസ്നയിൽ ഉണ്ട്. നാം ഏത് കാര്യത്തിനും എപ്പോഴും ചൊല്ലുന്ന, ഏത് നല്ല കാര്യത്തിനും തുടക്കത്തിൽ ബറക്കത്തിനു വേണ്ടി നാം ഓതുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവന്റെ റഹ്മത്തിനെ, അവന്റെ കാരുണ്യത്തിന്റെ ആ വലിയ അനുഗ്രഹത്തെ അനുസ്മരിക്കുന്ന, അറിയിക്കുന്ന 2 പേരുകൾ ആ ബിസ്മിയിൽ ഉണ്ട്. അവന്റെ റഹ്മത്തിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തീർക്കാൻ ഒരിക്കലും സാധിക്കില്ല. റഹ്മാൻ എന്ന ഇസ്മിന്റെ, റഹ്മാൻ എന്ന പേരിന്റെ അർത്ഥം വിശദീകരിച്ച് ധാരാളം മഹാന്മാർ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. ദുനിയാവിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് മനസ്സിലാകുന്നത് സമ്പത്ത് കൊണ്ടല്ല, അധികാരം കൊണ്ടല്ല, ദുനിയവിയായ ആനുകൂല്യങ്ങൾ കിട്ടൽ കൊണ്ടല്ല. ഒരു ഭാഗത്ത് വിശ്വാസികളായ ആളുകൾ വളരെ പ്രയാസപ്പെട്ട് ജീവിക്കാൻ പോലും വകയില്ലാത്ത രൂപത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ, മറുഭാഗത്ത് അവിശ്വാസികൾ ധാരാളം അനുഗ്രഹങ്ങളിൽ, ആർഭാടങ്ങളിൽ ആസ്വദിച്ച് സുഖിച്ചു മതിച്ചു ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ, ദുനിയാവിന്റെ വിജയത്തിന്റെ അളവുകോൽ സമ്പത്തല്ല, ദുനിയാവിലുള്ള അനുഗ്രഹവും അല്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് ദുനിയാവിലും നമുക്ക് ലഭിക്കുന്നുണ്ട്, അവന്റെ കോടതിയിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് അള്ളാഹുവിന്റെ വിശാലമായ, അള്ളാഹു വാസിഅ ആണ്, യാ വാസിഉ യാ അല്ലാഹ്, വിശാലമനാണ് ആ അള്ളാഹു. അവന്റെ റഹ്മാൻ, അവന്റെ റഹ്മത്ത് ഈ ഭൂമിയിൽ എല്ലാ ജനങ്ങൾക്കും നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വിശാലമായ ഒരു ഹദീസുണ്ട്. അല്ലാഹുവിന്റെ റഹ്മത്തിനെ 99 ഭാഗങ്ങളെ പിടിച്ചു വെച്ച് അവന്റെ റഹ്മത്തിൽ നിന്ന് ഒരു ഭാഗം മാത്രമാണ് ഈ ഭൂമലോകത്തേക്ക് അല്ലാഹു തആല അയച്ചത്. അള്ളാഹുവിന്റെ റഹ്മത്തിനെ 100ആയി ഭാഗിച്ച് അതിൽ 99 പിടിച്ചു വെച്ച് അതിലൊരു റഹ്മത്ത് മാത്രമാണ് ഈ ഭൂമി ലോകത്തേക്ക് അല്ലാഹു തആല അയച്ചത്, അല്ലെങ്കിൽ അല്ലാഹു തആല ഭൂമി ലോകത്ത് സംവിധാനിച്ചത്. ആ ഒരു ജുസ്, ഒരു ഭാഗം, 100ൽ 1 ഭാഗം മാത്രമാണ് ഇന്ന് ദുനിയാവിലെ റഹ്മത്തുള്ളത്, കരുണയുള്ളത്. ആ റഹ്മത്ത് കൊണ്ടാണ് ഇവിടെയുള്ള മനുഷ്യന്മാർ പരസ്പരം തമ്മിലുള്ള ബന്ധം, സ്നേഹം, ഉമ്മ മക്കളോടുള്ള കരുണ, മക്കൾ ഉമ്മയോടുള്ള കരുണ, ഭർത്താവ് ഭാര്യ തമ്മിലുള്ള കരുണ, കുടുംബ ബന്ധം തമ്മിലുള്ള കരുണ, ഗുരു ശിഷ്യ ബന്ധം, കുടുംബ ബന്ധം, സ്നേഹബന്ധം, മനുഷ്യർ, ഇതര ജീവികൾ, എല്ലാവരുടെയും ജീവിതത്തിന്റെ എല്ലാ കരുണയും അള്ളാഹുവിന്റെ 100ൽ 1 കരുണയുടെ ഭാഗം മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പാരമ്പര്യം, ഈ സമുദായത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി മാതൃത്വത്തിന് സംവിധാനിച്ചു. ആ മാതൃത്വത്തിൽ സംവിധാനിച്ച കരുണയുടെ അളവ് പലപ്പോഴും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഉമ്മമാരുടെ ക്ലാസ് ആയതുകൊണ്ട് ഉമ്മാന്റെ മഹത്വം കൂടുതൽ പറയേണ്ടതിന്റെ ആവശ്യമില്ല. ഒരു ഉമ്മക്ക്, പെറ്റ ഉമ്മക്ക് താൻ പ്രസവിച്ച കുട്ടിയോടുള്ള സ്നേഹം
അധമ്യമാണ്, അനിർവചനീയമാണ്. ഉമ്മ കുട്ടികളോട് കാണിക്കുന്ന സ്നേഹം, ആ സ്നേഹം അല്ലാഹു സംവിധാനിച്ചത് ഈ പാരമ്പര്യത്തിന്റെ നിലനിൽപ്പിന്റെ അനിവാര്യതയാണ്. മനുഷ്യന്മാരായ നാം, നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ ചെറുപ്പത്തിൽ, വളരെ ചെറുപ്പത്തിൽ അവർക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കില്ല. ആവശ്യമുള്ളത് ചോദിച്ച് ഉമ്മയെ വിളിച്ച് ആവശ്യം പറഞ്ഞ് ആവശ്യമുള്ളത് നേടിയെടുക്കാൻ അവർക്ക് സാധിക്കില്ല. കൈകാലിട്ട് കരയാനല്ലാതെ അവർക്കൊന്നിനും സാധിക്കില്ല. പക്ഷേ സസൂക്ഷ്മം 24 മണിക്കൂറും ആ പ്രിയപ്പെട്ട കുഞ്ഞിന്റെ മേലൊരു കണ്ണ്, ആ പ്രിയപ്പെട്ട കുഞ്ഞിന്റെ മേലൊരു കാത് എപ്പോഴും ആ ഉമ്മക്കുണ്ട്. അല്ലാഹുവും ആ മാതൃത്വത്തിന്, ആ കുട്ടികളോട് നൽകുന്ന സ്നേഹമാണ്. ആ സ്നേഹം, ആ കാരുണ്യം ഈ സമുദായത്തിന്റെ പാരമ്പര്യത്തിന്റെ തലമുറയുടെ നിലനിൽപ്പിന് അനിവാര്യമാണ്. ഇതര ജീവികളുടെ കാര്യം നോക്കിയാൽ, മനുഷ്യേതര ജീവികളുടെ കാര്യം നോക്കിയാൽ, കോഴി നമുക്കറിയാം, സാധുവായ ജീവിയാണ് കോഴി, സാധുവായ ജീവി. പക്ഷേ അത് മുട്ട ഇട്ട് അടയിരിക്കുന്ന സമയത്ത് വല്ലാത്തൊരു ഗൗരവമാണ്. അസാധുവായ ജീവിക്ക് ഗൗരവം വരികയാണ്. ആരെങ്കിലും അടുത്തു പോകുന്നത്, അതിനെ എടുക്കുന്നത്, അടയിരിക്കുന്ന ആ മുട്ടയിൽ നിന്ന് ഒന്നിനെ മാറ്റിയെടുക്കുന്നത്, വളരെ സാധുവായ ആ കോഴിയെ ആ സമയത്ത് നാം കാണുന്നത് ഗൗരവമായിട്ടാണ്. നമുക്ക് തന്നെ പേടിയാണ്. അതിന്റെ ചിറകുകൾ വിരിച്ച് രോമങ്ങൾ കുത്തനെ നിർത്തി കാണുമ്പോ തന്നെ പേടിയാകുന്ന രൂപത്തിൽ വല്ലാത്ത ശബ്ദം പുറപ്പെടുവിച്ച് ആ തനിക്ക് പിറക്കാനിരിക്കുന്ന കുഞ്ഞിന്റെ സംരക്ഷണത്തിൽ ആ കോഴി കാണിക്കുന്ന ആ ഒരു പക്വത നാം മനസ്സിലാക്കണം. ഇങ്ങനെ എല്ലാ ജീവികളിലും മാതൃത്വത്തിന് അല്ലാഹു തആല പ്രത്യേകം സംവിധാനിച്ചത്, ആ മാതൃത്വത്തിൽ അല്ലാഹു തആല സംവിധാനിച്ച കരുണ സമുദായത്തിന്റെ നിലനിൽപ്പിന്റെ അനിവാര്യതയാണ്. കാട്ടിലെ കാട്ടുപോത്ത്, നമ്മളെ നാട്ടിലെ പോത്തല്ല, കാട്ടുപോത്ത്. കാട്ടുപോത്തിന്റെ പെണ്ണാണ് കാട്ടി. കാട്ടി പ്രസവിച്ചാൽ, കാട്ടുപോത്തിന്റെ പെണ്ണാണ് കാട്ടി. കാട്ടി പ്രസവിച്ചാൽ പ്രസവിച്ച ഉടനെ ആ പ്രസവിക്കപ്പെട്ട കുട്ടി എണീച്ച് ഓടുമെന്നാണ്. അവിടെ നിന്ന് സ്ഥലം കാലിയാക്കുമെന്നാണ്. എന്തുകൊണ്ട്? പ്രസവിച്ച ഉടനെ ആ പ്രസവിക്കപ്പെട്ട കുട്ടി അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ആ കാട്ടി പ്രസവിച്ച കുട്ടിയെ നക്കാൻ വേണ്ടി, മൃഗങ്ങൾ അങ്ങനല്ലേ, നാവ് കൊണ്ട് നക്കി തുടക്കുമല്ലോ. ഈ കാട്ടി എന്ന് പറയുന്ന മൃഗം പ്രസവിച്ച ഉടനെ പ്രസവിച്ച കുട്ടിയെ നക്കി തുടക്കാൻ പോയാൽ അതിന്റെ ജീവൻ തന്നെ നഷ്ടമാകും. കാരണം കാട്ടി എന്ന് പറയുന്ന മൃഗത്തിന്റെ നാവ് നല്ല കട്ടിയുള്ള നാവാണ്, നല്ല ഉരമുള്ള നാവാണ്. ആ കട്ടിയുള്ള പരുപരുത്ത ഉരമുള്ള നല്ല സ്ട്രോങ് ആയ ആ നാവ് കൊണ്ട് ആ പ്രസവിച്ചു വീണ ആ കുട്ടിയെ നക്കിയാൽ അതിന്റെ ചർമ്മം നശിച്ചു പോകും, ജീവന് തന്നെ അപകടം സംഭവിക്കും. പ്രസവിച്ചു വീണ ഉടനെ ആ പ്രസവിക്കപ്പെട്ട കുട്ടി ഓടുകയാണ്. ആരാണ് ആ കുട്ടിക്ക് നീ എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോളണം എന്ന മെസ്സേജ് നൽകിയത്? ആരാണ് ആ വലിയ സന്ദേശം ആ കുട്ടിക്ക് നൽകിയത്? അങ്ങനെ പോയി ആ കുട്ടി പോയിട്ട് പിന്നെ ആ കുട്ടിയുടെ ശരീരത്തിന്റെ ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെട്ടതിനു ശേഷം, ഉമ്മയുടെ നാവിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ ചർമ്മത്തിന് ശക്തി കിട്ടിയതിനു ശേഷം ആ കുട്ടി വീണ്ടും ഉമ്മയുടെ അടുത്തേക്ക് വരുമെന്നാണ് അല്ലാഹു തആല സംവിധാനിക്കുന്നത്. ഒരു പാരമ്പര്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, ഒരു സമുദായത്തിന്റെ തലമുറയുടെ നിലനിൽപ്പിന് വേണ്ടി മാതൃത്വവും മാതൃത്വത്തിൽ സംവിധാനിച്ച റഹ്മത്തും കരുണയുമാണ് നാം ഇവിടെ കാണുന്നത്. അത്ഭുതത്തോടെ മഹാന്മാർ നമ്മോടത് വിവരിക്കുന്നുണ്ട്.
ഞാനിത് പറയുന്നത് അള്ളാഹുവിന്റെ റഹ്മത്ത് ഈ ഭൂമിയിലേക്ക് അല്ലാഹു തആല സംവിധാനിച്ചത് 100 ഭാഗം മാത്രമാണ്. അള്ളാഹുവിന്റെ വിശാലമായ റഹ്മത്തിന്റെ 99 ഭാഗവും ഇവിടെ പിടിച്ചു വെച്ച് ഒരു ഭാഗം മാത്രമാണ് ഈ ഭൗമലോകത്തേക്ക് അല്ലാഹു തആല സംവിധാനിച്ചത്. മനുഷ്യരിലായാലും മനുഷ്യേതര ജീവികളിലായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ കരുണ അവന്റെ റഹ്മത്ത് സംവിധാനിക്കുകയാണ്. ഈ ഭൂമി ലോകത്ത് മനുഷ്യന്മാരുടെ, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞുവല്ലോ, അവന്റെ റഹ്മത്ത് അളക്കുന്നത്, അവന്റെ കരുണയുടെ അളവുകോല് സാമ്പത്തികമായ മെച്ചം കൊണ്ടല്ല, അധികാരത്തിന്റെ പ്രൗഢി കൊണ്ടല്ല, പിന്നെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് ഇവിടെ നല്ല അനുഗ്രഹങ്ങൾ നൽകും, ആരോഗ്യം നൽകും, സമ്പത്ത് നൽകും, വീട് നൽകും, വാഹനം നൽകും. അതേ സമയത്ത് സമ്പത്ത് കുറഞ്ഞവർ ഇവിടെ ഉണ്ടാവും, വാഹനമില്ലാത്തവർ ഇവിടെ ഉണ്ടാകും, വീടെന്ന സ്വപ്നം പൂവണിയാത്ത മരണപ്പെട്ടു പോയവർ ഈ ഭൂമി ലോകത്ത് വസിക്കുന്നുണ്ടാകും. അത് അല്ലാഹു റഹ്മത്തിന്റെ ചില ഏറ്റവ്യത്യാസങ്ങൾ അവന്റെ അടിമകളിൽ കാണിക്കുന്ന വ്യത്യാസമല്ല. അതെല്ലാം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ റഹ്മത്ത് തന്നെയാണ്. മശഖത്തും ഫിദ്ദുനിയാ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, മശഖത്തും ഫിദ്ദുനിയാ, ദുനിയാവിലെ മശഖത്ത്, ദുനിയാവിലെ പ്രയാസം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ റഹ്മത്താണ്. കാരണം മശഖത്തും ഫിദ്ദുനിയാ, ദുനിയാവിലെ മശഖത്ത്, മസറത്തും ഫിൽ ആഖിറ, ആഖിറത്തിലെ വലിയ സന്തോഷമാണ്. ദുനിയാവിൽ എന്തു വലിയ മശഖത്ത് ലഭിച്ചാലും, ദുനിയാവിൽ എന്തു വലിയ പ്രതിസന്ധി നേരിടേണ്ടി വന്നാലും, കടങ്ങളെ കൊണ്ട് വിഷമിക്കേണ്ടി വന്നാൽ, വീടെന്ന സ്വപ്നം പൂവണിയാതെ മരണപ്പെട്ടു പോയ കുടുംബം എത്രയാണ്, വാഹനമെന്ന ആഗ്രഹം പൂവണിയാതെ മരണപ്പെട്ട ആളുകൾ എത്രയാണ്. സുബ്ഹാനല്ലാഹ്, സന്തോഷമെന്നത് കിട്ടിയില്ല. ചില വാപ്പമാറ് മരിച്ചപ്പോ, ചില വാപ്പമാറ് മരിക്കുമ്പോ അതേ ഭാര്യമാരും മക്കളും കുടുംബക്കാരും പറയുന്നത് കേട്ടിട്ടില്ലേ, ദുനിയാവിലെ സന്തോഷം കിട്ടാതെ, വീടില്ലാതെ, പണമില്ലാതെ, വാഹനമില്ലാതെ, ഒന്നും നേടാനാവാതെ, ഒന്നുമില്ലാതെ മരണപ്പെട്ടു പോയതാണ് എന്ന് ചില ആളുകളെ കുറിച്ച് നാം പറയുന്നത് കേട്ടില്ലേ. അവർക്ക് റഹ്മത്ത് കിട്ടാത്തത് കൊണ്ടല്ല, അല്ലാഹുവിന്റെ റഹ്മത്ത് അവർക്ക് കിട്ടിയിട്ടുണ്ട്. മശഖത്തും ഫിദ്ദുനിയാ, ദുനിയാവിന്റെ ബുദ്ധിമുട്ട്, പ്രയാസം, രോഗം, ബേജാറ്, പ്രശ്നങ്ങൾ. മസറത്തും ഫിൽ ആഖിറ, ആഖിറത്തിൽ വലിയ സന്തോഷമാണ്. അതേ സമയത്ത് മസറത്തും ഫിദ്ദുനിയാ, ദുനിയാവിലുള്ള സന്തോഷം. ദുനിയാവിൽ സന്തോഷം കിട്ടിയാൽ, വീട് കിട്ടിയാൽ, വാഹനം ലഭിച്ചാൽ, നല്ല സാമ്പത്തികമായി നല്ല മെച്ചം കിട്ടിയാൽ, ആഖിറത്തിലേക്ക് നോക്കുമ്പോ മശഖത്തും ഫിൽ ആഖിറ, ആ ദുനിയാവിൽ കിട്ടിയ നേട്ടങ്ങൾ മുഴുവനും ആഖിറത്തിലേക്ക് പ്രയാസമാണ്. 1000 രൂപ കിട്ടിയവൻ 1000ന്റെ കണക്ക് പറയണം, ലക്ഷങ്ങൾ കിട്ടിയവൻ ലക്ഷത്തിന്റെ കണക്ക് ബോധിപ്പിക്കണം, കോടിപതി കോടികളെ കണക്ക് ബോധിപ്പിക്കണം. അത് അല്ലാഹുവിന്റെ കോടതിയാണ്. ദുനിയാവിൽ എന്ത് കിട്ടിയാലും അവിടേക്ക് അതിൻ്റെതായ ഫലം അനുഭവിക്കുന്നുണ്ട്. അല്ലാഹു നമുക്ക് 2 ലോകത്തും വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞു വന്നത് അവന്റെ വിശാലമായ റഹ്മത്ത്, അല്ലാഹുവിന്റെ റഹ്മത്ത് 99 ഭാഗമാക്കി അല്ലാഹു തആല ഭൂമി 100 ഭാഗമാക്കി സംവിധാനിച്ച് 99 ഭാഗവും ഇവിടെ അല്ലാഹു തആല പിടിച്ചു വെച്ച് ഒരു ഭാഗം മാത്രം ഈ ഭൂമിയിലേക്ക് സംവിധാനിച്ചതാണ്.
ആ റഹ്മത്ത് കൊണ്ടാണ് മനുഷ്യർ ജീവിക്കുന്നത്. ആ ഒരു ഭാഗം റഹ്മത്ത് കൊണ്ടാണ് മനുഷ്യർ ഇവിടെ ജീവിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ആ ഒരു റഹ്മത്ത് കൊണ്ട് മാത്രമാണ് ഉമ്മ മക്കളോട്, മക്കൾ ഉമ്മയോട്, ഭർത്താവ് ഭാര്യയോട്, ഭാര്യ ഭർത്താവിനോട്, അയൽവാസികൾ തമ്മിലുള്ള ബന്ധം എല്ലാം ഈ ഭൂമി ലോകത്ത് നിലനിൽക്കുന്നത്. ആ രൂപത്തിലാണ്. അള്ളാഹു നമുക്ക് രണ്ടു ലോകത്തും വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിൽ ചിലപ്പോൾ വലിയ പ്രയാസമുണ്ടാകുമ്പോ, ദുനിയാവിൽ നമുക്ക് വലിയ പ്രയാസമുണ്ടാകുമ്പോ ചിലപ്പോൾ നമുക്ക് മാനസികമായി വിഷമം തോന്നിയേക്കാം. ചിലപ്പോൾ നമ്മൾ പറഞ്ഞേക്കാം, എന്താ റബ്ബേ, എല്ലാ ഭാഗത്തു നിന്നും പ്രയാസങ്ങളാണല്ലോ. വീടില്ലാത്ത ആളുകൾ എങ്ങനെയെങ്കിലും ഒന്ന് വീടെടുക്കണം, അതിനുള്ള സമ്പത്ത് കണ്ടെത്തുന്നതിനിടയിൽ വല്ല രോഗങ്ങളോ മറ്റു പ്രയാസങ്ങളോ വന്ന് ഉണ്ടാക്കി വെച്ച ചെറിയ ഒരു സംഖ്യ അതുപോലും നഷ്ടപ്പെട്ട് വീണ്ടും കടക്കണിയിൽ കുടുങ്ങേണ്ടി വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ തതുല്യമായ മറ്റു പ്രയാസങ്ങൾ വിശ്വാസികൾക്ക് വരുമ്പോ നാം ഒരിക്കലും നിരാശരാകരുത്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നാം ഒരിക്കലും നിരാശരാകരുത്. ഏത് കാര്യത്തിലാണെങ്കിലും ഒരു ദോഷിയായ ആളാണ്, പാപിയായ ആളാണ്, ആ പാപിയായ ദോഷിയായ ആളാണെങ്കിൽ പടച്ച റബ്ബിന്റെ മുന്നിൽ അവൻ നിരാശ വേണ്ട. എത്ര വലിയ ദോഷിയാണെങ്കിലും ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, എത്ര വലിയ ദോഷം ചെയ്തവനാണെങ്കിലും അവൻ നിരാശപ്പെടേണ്ടതില്ല. എന്തു വലിയ പ്രയാസമുണ്ടെങ്കിലും അവൻ നിരാശപ്പെടേണ്ടതില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് വിശുദ്ധമായ ഖുർആനിന്റെ ഈ ആയത്ത് വിശദീകരിച്ച് കണ്ടു പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, റമളാൻ വരുമ്പോ, റമളാൻ വന്ന് നമ്മുടെ നന്മകളൊക്കെ നാം സാധിക്കുന്ന രൂപത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോ ഒരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം, പടച്ച റബ്ബേ, ഞാൻ എന്തൊരു തെറ്റുകാരനാണ്, ചോദിക്കാൻ എനിക്ക് എന്തു അർഹതയാണ്. വിശുദ്ധമായ ബദർ യുദ്ധത്തിന്റെ രംഗത്ത്, ബദർ യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരുക്കം നടക്കുന്നതിനിടയിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ആയത്ത് ഓതി കേൾപ്പിക്കുകയാണ്. അതാണ് ഞാൻ എൻ്റെ സംഭാഷണത്തിന്റെ ആദ്യം ഓതിയ ആയത്ത്. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. വസാരിഊ ഇലാ മഗ്ഫിറത്തിക്കും വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. വിശ്വാസികളെ, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ഓടി വരണേ, ഉളരി വരണേ, പെട്ടെന്ന് വരണേ. എത്ര തെറ്റ് ചെയ്തവരാണെങ്കിലും നിരാശപ്പെടേണ്ടതില്ല. ഞാൻ എന്തുമാത്രം തെറ്റ് ചെയ്തവനാണ്, എങ്ങനെയാണ് എൻ്റെ റബ്ബിന്റെ മുന്നിൽ മഗ്ഫിറത്ത് ചോദിക്കുന്നത്? ചോദിക്കാൻ എനിക്ക് എന്ത് അർഹതയാണ്? നിരാശ വേണ്ട. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങൾ റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ഓടി വരണേ. എന്തു വലിയ തെറ്റ് ചെയ്താലും അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ് എന്ന് മാത്രമല്ല, വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദ്. പാപികളായ ആളുകൾ, ദോഷികളായ ആളുകൾ, അവരെ ഹബീബായ തങ്ങൾ വിളിക്കുന്നത് എവിടേക്കാണ്? അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്കാണ്.
മാത്രമല്ല വജന്നത്തിൻ സ്വർഗലോകത്തേക്കാണ്. ആകാശഭൂമി വിസ്തൃതിയുള്ള, ആകാശഭൂമിയെക്കാളും വിസ്തൃതിയുള്ള വിശാലമായ പടച്ച റബ്ബിന്റെ വലിയ അനുഗ്രഹമായ സർവ സുഖങ്ങളുടെയും പറുദീസയായ സ്വർഗലോകത്തേക്കാണ്, മഗ്ഫിറത്തിലേക്കാണ് അല്ലാഹു മനുഷ്യരെ വിളിക്കുന്നത്, അടിമകളെ വിളിക്കുന്നത്. എന്ത് വലിയ ദോഷം ചെയ്തവരാണെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാൻ വകുപ്പുണ്ട്. ഒരു നിരാശയും നമുക്ക് വേണ്ട. അവനാണ് പറഞ്ഞത്, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അവന്റെ റഹ്മത്തിൽ നിങ്ങൾ ആശ മുറിയരുതേ. അല്ലാഹു നമുക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. നമ്മുടെ ഖൽബ് അല്ലാഹു തആല നന്നാക്കി തരുമാറാകട്ടെ. റഹ്മത്തിന്റെ പത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. റഹ്മത്തിനു വേണ്ടി സ്പെഷ്യലായി അല്ലാഹു തആല സംവിധാനിച്ച പത്താണ്. റഹ്മത്തിനു വേണ്ടി അല്ലാഹു തആല സംവിധാനിച്ച പത്താണ്. സ്പെഷ്യൽ 10 ദിവസങ്ങളാണ്. ഒരു ഷോപ്പിൽ ഓഫർ വെക്കുമ്പോ, ഒരു കമ്പനിയിൽ ഓഫർ വെക്കുമ്പോ, കമ്പനിയുടെ വാർഷികം വരുമ്പോ, അല്ലെങ്കിൽ പ്രത്യേകമായ ദിവസങ്ങൾ കണക്കിലാക്കുമ്പോ ഒരു കമ്പനി ഓഫർ പ്രഖ്യാപിക്കുകയാണ്. നിശ്ചിതമായ ദിവസത്തേക്ക് 50% ഡിസ്കൗണ്ട് പ്രഖ്യാപിക്കുകയാണ്. ഡിസ്കൗണ്ടിന്റെ പിന്നാലെ പോകുന്നവരല്ലേ നാം. ഒരു വസ്ത്രം വാങ്ങാൻ ടൗണിലേക്ക് പോയാൽ, ഒരു വല്ല വീട്ടാവശ്യങ്ങൾ വാങ്ങാൻ വേണ്ടി ടൗണിലേക്ക് ഇറങ്ങിയാൽ, അതെ 50% ഓഫർ എവിടെയാണ്? 30% ഓഫർ എവിടെയാണ്? ഓഫർ അന്വേഷിച്ച് നടക്കുന്നവരാണ് നാം. സമ്പത്ത് കുറഞ്ഞു കൊടുക്കണം, നല്ല സാധനം നമുക്ക് ലഭിക്കണം എന്ന രൂപത്തിൽ ആഗ്രഹിക്കുന്നവരും അന്വേഷിക്കുന്നവരുമാണ് നാം. അല്ലാഹു നമുക്ക് പ്രഖ്യാപിച്ച റഹ്മത്തിന്റെ പ്രത്യേകമായ സ്പെഷ്യൽ 10 ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. അതിൽ 3-ാമത്തെ ദിവസമാണ് നാം ഓരോരുത്തരും ഉള്ളത്. 2 ദിവസം നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയി. 3-ാമത്തെ ദിവസം പകുതിയോടടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ റഹ്മത്തിന്റെ 3 ദിവസങ്ങളിൽ ഞാൻ എത്ര റഹ്മത്ത് ചോദിച്ചിട്ടുണ്ട്? നിങ്ങൾ ഓരോരുത്തരും എത്ര റഹ്മത്ത് ചോദിച്ചിട്ടുണ്ട്? സ്വന്തത്തെ കുറിച്ച് വിലയിരുത്താനാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ എന്നെ കുറിച്ച് വിലയിരുത്തണം, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ കുറിച്ച് വിലയിരുത്തണം. പടച്ച റബ്ബിന്റെ മുന്നിൽ മനസ്സറിഞ്ഞ് കണ്ണ് കലങ്ങിയ കണ്ണുമായി നിഷ്കളങ്കമായ ഹൃദയത്തോടെ ആരുമില്ലാതെ ഒറ്റക്ക് ഞാൻ എൻ്റെ റബ്ബുമായി ഏകാന്തതയിലിരുന്ന് റഹ്മത്തിന്റെ 10 റഹ്മത്ത് ചോദിക്കാൻ 3 ദിവസമായല്ലോ. സമയം കണ്ടെത്തിയിട്ടുണ്ടോ നാം? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മത്ത് നാം ചോദിക്കണം. റഹ്മത്തിന്റെ 10 ഉണ്ട്, ശരിയാണ്. ധാരാളം റഹ്മത്ത് നൽകുന്നുണ്ട്, ശരിയാണ്. പക്ഷെ ചോദിക്കൽ നമ്മുടെ കടമയാണ്. ചോദിക്കൽ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. എന്നോട് വന്നിട്ട് ഒരാള് കടം ചോദിച്ചാൽ, നല്ല ബന്ധമുള്ള ആളാണ്, നല്ല ബന്ധം എന്ന് വെച്ചാൽ ചിലപ്പോ മുമ്പ് പല ഉപകാരവും ചെയ്തിട്ടുണ്ടാവും. അങ്ങനത്തെ ആൾ എന്നോട് കടം ചോദിച്ചാൽ ഫസ്റ്റ് ഒരു പ്രയാസമില്ലാതെ, നമുക്ക് സാധിക്കുന്ന സംഖ്യയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആ കടം എടുത്തു കൊടുക്കും. അതേ സ്ഥാനത്ത് കടമെടുത്തു കൊടുത്തു, അടുത്ത മാസം അയാൾ വീണ്ടും വരികയാണ്, 2ാമതും. അപ്പൊ നമ്മളെ മനസ്സിൽ തോന്നി, അല്ലാഹ് ഒരിക്കൽ കൊടുത്തപ്പോ ഇയാൾക്ക് ഫുള്ള് ലൂസായ പോലെ ആയ. കഴിഞ്ഞ മാസം ഫസ്റ്റ് കൊടുത്തതാണ്, ഫസ്റ്റ് അല്ലേ, ഇതിപ്പോ 2ാമത് വീണ്ടും വന്നിട്ടുണ്ട് കടം ചോദിച്ചിട്ട്. അല്ലാഹ് ഇതിപ്പോ പാട്ടായ, എല്ലാ ദിവസവും ചോദിക്കോ എന്ന ചിന്ത നമ്മുടെ കൽബിലേക്ക് വരികയാണ്. എന്നാലും പരിചയം പരിഗണിച്ച് നമ്മെ ഇങ്ങോട്ട് സഹായിച്ചത് കണക്കിലെടുത്ത് ചെറിയൊരു വൈമനസ്യത്തോടെ നാം കടം കൊടുക്കും. ഒരു ഉദാഹരണം പറയാം. അതേ ആള് 3ാമത്തെ മാസവും കൂടി വന്നാൽ സ്വഭാവം മാറും, നമ്മുടെ ചിന്ത മാറും. ഉണ്ടെങ്കിലും ഇല്ലെന്ന് പറഞ്ഞ് തിരിച്ചേക്കും. അല്ലെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ
ഇനി വരാതിരിക്കാനുള്ള വല്ല മാർഗങ്ങളും അത്തരം വാക്കുകൾ പറഞ്ഞ് ഇനി ഇയാളടുത്ത് പോയങ്ങാവല എന്ന് അയാൾക്ക് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് അയാളെ തിരിച്ചയക്കും. നാലാമത് പറഞ്ഞാൽ തീർച്ചയായും നാം മുഖം തിരിക്കും. നമ്മുടെ അവസ്ഥ ഇതാണ്. എത്ര ചോദിച്ചാലും മടുപ്പില്ലാത്ത റബ്ബാണ് നമ്മുടെ റബ്ബ്. അതുകൊണ്ടല്ലേ അബൂ ഹുറൈറ തങ്ങൾ പഠിപ്പിക്കുന്നത്, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് കാര്യം ചോദിക്കുമ്പോഴും അത് 3 പ്രാവശ്യം ആവർത്തിക്കുമായിരുന്നു. ദോഷം പൊറുക്കണേ അല്ലാ, നീ പൊറുക്കണേ അല്ലാ, നീ പൊറുക്കണേ അല്ലാ. ആവർത്തിച്ച് ചോദിച്ചു. കടം വീട്ടിത്തരണേ അല്ലാ, കടങ്ങളെ വീട്ടിത്തരണേ അല്ലാ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്, കടങ്ങളെ വീട്ടിത്തരണേ അല്ലാ. ഇങ്ങനെ എന്ത് ചോദിക്കുമ്പോഴും ആവർത്തിച്ച് 3 പ്രാവശ്യം ആവർത്തിച്ച് ചോദിക്കും. എന്താ കേൾക്കാത്ത അല്ലാനെ കേൾക്കാത്ത ഒരാൾക്ക്, കേൾക്കാത്ത പ്രായമുള്ള ഒരു ഉപ്പാനെ വിളിച്ച് ആവർത്തിച്ചു വിളിക്കുന്നത് പോലെയല്ല. അടിമ മനസ്സറിഞ്ഞ് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി നിഷ്കളങ്ക ഹൃദയത്തോടെ പടച്ച റബ്ബിനോട് ആരുമില്ലാതെ ഒറ്റക്ക് ചോദിക്കുന്ന ചോദ്യം അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്, വലിയ ഇഷ്ടമാണ്. ആ ചോദ്യം അല്ലാഹു തആല തൃപ്തിപ്പെടുന്നുണ്ട്. എത്ര ചോദിച്ചാലും മടുപ്പില്ലാത്തവനാണ്. ഉദ്ഊനി, നിങ്ങൾ എന്നോട് ചോദിക്കുക, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് തരും പറഞ്ഞത് ഖാലല്ലാഹു അസ്സ വജൽ. അല്ലാഹു തആലയാണ് പറയുന്നത്. ചോദിക്കുന്നത് ഇഷ്ടമുള്ളവനാണ്, ചോദിച്ചാൽ നൽകുന്നവനാണ്. അതാണ് അവന്റെ റഹ്മത്ത്. അവന്റെ റഹ്മത്ത് കിട്ടണമെങ്കിൽ നമുക്കും ചില റഹ്മത്ത് വേണം. എല്ലാ വാതിലും കേൾക്കുന്നതാണ്, നമ്മ അടിമകൾക്ക് മാപ്പാക്കി കൊടുത്താൽ അള്ളാഹു നമുക്ക് മാപ്പ് നൽകും. നാം അടിമകളോട് നല്ല രൂപത്തിൽ വർത്തിച്ചാൽ നമുക്ക് അല്ലാഹു തആല നല്ലത് നൽകും. എന്താണോ കൊടുക്കുന്നത് അതാണ് തിരിച്ചു കിട്ടുക. എന്താണോ നമ്മിൽ നിന്നുണ്ടാകുന്നത് അതാണ് നമുക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റുക. വിശുദ്ധമായ ഒരു ഹദീസിൽ മഹാനരായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഹദീസ് ഉണ്ട്. عن معاذ بن جبل رضي الله عنه قال رسول الله صلى الله عليه وسلم ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, മൻ അയ്യറ അഖാഹു ബിദംബിൻ ലം യമുത് ഹത്താ യഅമലഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ചെറിയ ഹദീസാണ്, പക്ഷേ പേടിയോടെ കേട്ടിരിക്കേണ്ട കാര്യമാണ്. ഹബീബായ തങ്ങൾ പറയാണ്, മൻ അയ്യറ അഖാഹ്, ഒരാൾ തന്റെ കൂട്ടുകാരനെ വഷളാക്കിയാൽ, തന്റെ പരിചയക്കാരനെ നാണം കെടുത്തിയാൽ, കുടുംബക്കാരനെ, അയൽക്കാരനെ, അതേ ബന്ധമുള്ളവനെ, സ്നേഹിതനെ, ആരെയുമാകട്ടെ നാണം കെടുത്തിയാൽ, മാനം കെടുത്തിയാൽ, വഷളാക്കിയാൽ, വഷളാക്കാൻ പാടില്ല. ചിലപ്പോ ചെറിയ കിടാക്കളെ നമ്മളോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കും. നമ്മളെ മക്കളായിക്കൊള്ളുന്നില്ല, വേറെ മക്കൾ അല്ലെ. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോ അത് പൊട്ടത്തരായിരിക്കും. അത് സമൂഹത്തിന്റെ ഒരു 4 ആളെ മുന്നിലാണെങ്കിൽ ആ 4 ആൾക്കാരെ മുന്നിൽ ആ കുട്ടിയെ വിഷമിപ്പിക്കുന്ന ഒരു വർത്താനം ഉണ്ടാകാൻ പാടില്ല. അതാണ് ഈ ഹദീസ് ഞാൻ അർത്ഥം വെക്കാം. സുബ്ഹാനല്ലാഹ്, നമ്മിൽ നിന്ന് ഉണ്ടാകുന്നൊരു കാര്യമാണത്. ഞാൻ എൻ്റെ കുടുംബ വീട്ടിൽ പോയി. തൊട്ട് ഈ ഒരാഴ്ചക്ക് മുമ്പ് ഒരു കുടുംബ വീട്ടിൽ പോയതാ. അപ്പോ അവിടെയുള്ളൊരു കുട്ടിയുണ്ട്. ബറാത്തിന്റെ നോമ്പിന്റെ അന്നോ തലേ ദിവസമാണ് പോയത്. അപ്പൊ അവിടെ ഒരു കുട്ടിയുണ്ട്, ഒരു ആൺകുട്ടിയുണ്ട്. ആ വീട്ടുകാർക്ക് അന്ന് ബറാത്തിന്റെ അന്നത്തേക്ക് ബാക്ക് വേണം, നിയന്ത്രണം ബാക്കല്ല, നിയന്ത്രണം അത് വേണം. പോരിന്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പും ഉണ്ട്. അവ എന്നോട് പറഞ്ഞു, ഒന്ന് പോയിട്ട് 2 കിലോ നിയന്ത്രണം കൊണ്ടുവരണം. ആയിക്കോട്ടെ, ഞാൻ കൊണ്ടുവരാം. ആ കിടാവിനെ കൊണ്ടുവരും, ഞാൻ എടുത്തു കൊടുക്കാം. ആ കിടാവിനെ അയക്കി. അപ്പൊ ആ കിടാവ് വരുന്നില്ല. നടക്കാൻ പറ്റാത്ത കിടാവല്ല, 10-13 വയസ്സുള്ള കുട്ടിയാണ്. ആ കുട്ടി വരുന്നില്ല.
ഞാൻ കൊണ്ടുവരാ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ചോദിച്ചു, എന്ത് വരാത്തെന്ത്, പുറത്തേക്ക് പോകുന്നില്ലേ? പെണ്ണിനുള്ളിൽ തന്നെയാണ്. ചില കിടാക്ക അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനല്ല സംഭവം. പുറത്തേക്ക് പോകുന്നുണ്ട്, കളിക്കുന്നതൊക്കെ ഉണ്ട്. ആ കുട്ടി തൊട്ടടുത്തുള്ള ആ ഷോപ്പിലേക്ക് എല്ലാ ആവശ്യത്തിനും പോയിരുന്നതാണ്. ഒരു പ്രാവശ്യം പോയപ്പോ ഒരു സാധനത്തിന് അർജന്റ് എന്തോ പുറക്ക് വിരുന്നുകാർ വന്നാൽ അങ്ങനെ അയക്കുമല്ലോ, അങ്ങനെ പോയതാണ്. അപ്പൊ ആ ഷോപ്പുകാരൻ ഷോപ്പ് അടക്കാൻ നിൽക്കാണ്, പൂട്ടാൻ നിൽക്കാണ്. ഒരു പ്രായമുള്ള ഒരാളാണ്. എപ്പോഴും കാണുന്നത്, എപ്പോഴും സാധനം വാങ്ങുന്ന കടാവും. അപ്പോ ആ ഷോപ്പുകാരൻ എന്തോ തിരക്കിലായിരിക്കും. ചീത്ത വിളിച്ചു എന്ന് വെച്ചാൽ അങ്ങനെ ചീത്ത വാക്ക് വിളിച്ചു എന്നല്ല, ഈ കുട്ടിയെ വിഷമിക്കുന്ന വാക്ക് പറഞ്ഞു. ഇപ്പോഴാ വന്നിനെ, നീ ആടുണ്ടാ നീ? ആ ശരിക്കും ഞാൻ വാക്ക് പറയട്ടെ. ആ പീഡിക്കാരൻ പറഞ്ഞ, നീ ചത്തിട്ടുണ്ടാ ഞാൻ? ആ പീഡിക്കാരൻ ചോദിച്ചത്, പീഡിക്കാരൻ മുസ്ലിമാണ്. ഇതൊരു പണ്ഡിതന്റെ കുടുംബത്തിലുള്ള കുട്ടിയാണെന്ന് പീഡിക്കാരനറിയാം, സയ്യിദാണ് എന്നും അറിയാം ഈ കുട്ടിയെ. എപ്പോഴും ബന്ധപ്പെടുന്ന ആ വീട്ടുകാരാണ്. ആ പീഡിക്കാരൻ ചോദിച്ചു, ഏടുണ്ടാ ഇത്ര നേരം? ചത്തിട്ടുണ്ടാ ഞാൻ? ആ ഭാഷയിൽ മഞ്ചേശ്വരം ആ ഭാഗത്ത്. അതാ കുട്ടിന്റെ മനസ്സിൽ പിടിച്ചു. സാധനം വാങ്ങിയിട്ട് അന്ന് കരഞ്ഞുകൊണ്ടാണത്രേ ആ കുട്ടി വന്നത്. പിന്നെ ഇന്ന് വരെ ആ പീഡിക്ക് കിടാൻ പോയിട്ടില്ല. മനസ്സിന് നല്ല വിഷമുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മ ചിന്തിക്കൂല, പക്ഷെ ആ വാക്കുകൊണ്ട് നമ്മുടെ വാക്ക് കേൾക്കുന്ന ആളുകൾക്ക് ഉണ്ടാക്കുന്ന മുറിവ് വളരെ വലുതാണ്. അതുകൊണ്ടാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഇവിടെ പറയുന്നത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ ഹദീസ് പറയാൻ കാരണമെന്തേ? പലപ്പോഴും റഹ്മത്ത് കിട്ടണമെന്ന് നാം ആഗ്രഹിക്കുകയാണ്, അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുകയാണ്. പക്ഷേ നമ്മിൽ നിന്ന് റഹ്മത്ത് ഉണ്ടാകുന്നുണ്ടോ? നമ്മുടെ വീട്ടുകാർക്ക്, നമ്മുടെ അയൽവാസികൾക്ക്, നമ്മുടെ പരിചയക്കാർക്ക്, നമ്മുടെ സ്നേഹിതന്മാർക്ക് നമ്മിൽ നിന്ന് അനുഗ്രഹം ഉണ്ടാകാറുണ്ടോ? റഹ്മത്ത് ഉണ്ടാകാറുണ്ടോ? കരുണയുടെ വാക്കുണ്ടാകാറുണ്ടോ? ചിന്തിക്കേണ്ടതല്ലേ? ഹബീബായ തങ്ങൾ പറയാണ്, മൻ അയ്യറ അഖാ, ആരെങ്കിലും തന്റെ കൂട്ടുകാരനെ വഷളാക്കിയാൽ, ബിദംബിൻ, അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവും. തെറ്റ് ചെയ്യാതല്ല, തെറ്റ് ചെയ്തെന്ന ആള്. നമ്മൾ ചിലപ്പോ ന്യായം പറയുന്നു, അത് ഞാൻ അയാൾ തെറ്റ് ചെയ്തത് കൊണ്ടല്ലേ ഞാൻ അങ്ങനെ ആക്കിയത്, അല്ലെ? ന്യായം പറയുന്നു. നീ നിന്റെ അയാൾ അങ്ങനെ കളിയാക്കിയേ, നീ എന്തിനു മോനെ, അല്ലെങ്കിൽ നീ എന്തിനുമ്മ, നിങ്ങൾ എന്തിനു പെങ്ങളെ ഓൾ അങ്ങനെ നാണം കെടുത്തി ആൾക്കാരെ മുന്നിൽ നിനക്ക് പറയാഞ്ഞി, പക്ഷെ ആളിടയിൽ അങ്ങനെ പറയണ്ടാഞ്ഞി എന്നൊക്കെ പറയാറില്ലേ? അപ്പൊ ഈ ഉമ്മമാര് പറയുന്ന ന്യായം, അല്ലെങ്കിൽ ഈ കുറ്റം പറഞ്ഞ ആളുകൾ പറയുന്ന ന്യായം, ഓൻ തെറ്റ് ചെയ്തിട്ടല്ലേ, ഓൻ ഞാൻ വെറുതെ പറഞ്ഞതല്ല, കളവ് പറഞ്ഞതല്ല, ഓ അങ്ങനെ ആക്കി എന്ന് നാം ന്യായം പറയാറുണ്ട്. ഹബീബായ തങ്ങൾ പറയാണ്, മൻ അയ്യറ അഖാ, തന്റെ കൂട്ടുകാരനെ, സ്നേഹിതനെ, പരിചയമുള്ളവനെ വഷളാക്കിയാൽ, ബിദംബിൻ, തെറ്റ് ചെയ്ത കാരണം കൊണ്ട് തന്നെ തന്റെ കൂട്ടുകാരനെ വഷളാക്കിയാൽ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലം യമുത് ഹത്താ യഅമലഹു, ഈ വഷളാക്കിയ ആളില്ലേ, അതേ തെറ്റ് ചെയ്യാതെ മരിക്കൂല. എത്ര ഗൗരവമാണ്! അയാൾ തെറ്റ് ചെയ്തത് കൊണ്ടാണ് നീ വഷളാക്കിയതെങ്കിലും വഷളാക്കിയില്ലേ, അത് നിന്റെ അടുത്ത് വന്ന വലിയ തെറ്റാണ്. ആ തെറ്റ് നിനക്ക് വരാതെ നീ മരിക്കില്ലെന്നാണ് കളവ് പറയാത്ത മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചത്. റഹ്മത്തുള്ളവരാകണം നാം. സഹജീവികളോട് കരുണ കാണിക്കണം. പ്രിയപ്പെട്ട കൂട്ടുകാരോട്, നാട്ടുകാരോട്, സഹവാസികളോട്, അയൽവാസികളോട് നല്ല സ്നേഹബന്ധം കാണിക്കണം. എന്തിനേറെ സഹജീവികളോട് കരുണ കാണിക്കണം. സഹജീവികളോട് കരുണ കാണിക്കണം. ഇന്നിപ്പോ സംഘടനയുടെ പദ്ധതികളൊക്കെ പറയുന്നുണ്ടല്ലോ, സഹജീവികൾ
സഹജീവികൾക്കൊരു ദാഹജലം എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രിയപ്പെട്ട മക്കളൊക്കെ ചെറിയ പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് മരത്തിന്റെ കൊമ്പിൽ തൂക്കുന്നുണ്ട്. ഒരു കെട്ടുണ്ടെങ്കിൽ, ഒരു കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ മേലെ വെക്കുന്നുണ്ട് കിടാക്കൾ, അല്ലെ? മദ്രസയിൽ ഉസ്താദുമാർ നിർദ്ദേശിച്ചതോ സംഘടനയിൽ നിർദ്ദേശിച്ചതായിരിക്കും. സഹജീവികൾക്ക് ദാഹജലം നൽകുകയാണ്. അത് കരുണയാണ്. മനുഷ്യരോട് മാത്രമല്ല ഇതര ജീവികളോടും കരുണ കാണിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, പൂച്ചയെ കെട്ടിയിട്ട സ്ത്രീ നരകം നേടിയത് ആ സഹജീവികളോടുള്ള കരുണയില്ലാത്തത് കൊണ്ടാണ്. നായക്ക് വെള്ളം കൊടുത്ത ഒരാൾ സ്വർഗം നേടിയത് സഹജീവികളോടുള്ള കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. സഹജീവികളോട് പോലും കാണിക്കുന്ന സ്നേഹത്തിന് ഇസ്ലാം വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ആ അവസരത്തിൽ മനുഷ്യരോടുള്ള കരുണ എത്രമാത്രം വേണമെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. ഇർഹമു, നിങ്ങൾ റഹ്മത്ത് ചെയ്യുക, കരുണ ചെയ്യുക. നിങ്ങൾ ദുനിയാവിലുള്ളവരോട് കരുണ ചെയ്യുക, എങ്കിൽ യർഹമുക്കും മൻ ഫിസ് സമാ. ദുനിയാവിലുള്ളവരോട് നാം കരുണ ചെയ്യണം. മനുഷ്യരോട്, ഇതര ജീവികളോട്, അയൽവാസികളോട് കരുണ ചെയ്യണം. അങ്ങനെ കരുണ ചെയ്താൽ അല്ലാഹു നമുക്ക് കരുണ ചെയ്യും. മുഹമ്മദുർ റസൂലുള്ളാഹി. മഹാന്മാർ അങ്ങനെയാണ് പഠിപ്പിച്ചത്. മഹാന്മാരുടെ കരുണയുടെ ആ വലിയ അധ്യായങ്ങളുടെ ഭാഗങ്ങൾ നാം പരിശോധിച്ചാൽ സുബ്ഹാനല്ലാഹ്, വലിയ മഹാനാണ് സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു തആല അൻഹു. വലിയ മഹാനാണ്, കറാമത്തിന്റെ ഉടമയാണ്. ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ ശിഷ്യന്മാര്, മുരീദുമാര് ചിന്തിച്ചു, പടച്ച റബ്ബേ, ഭക്ഷണം കഴിക്കാതെ എങ്ങനെയാണ് ജീവിക്കുക? ഒരു ദിവസം പരീക്ഷിച്ചു നോക്കാൻ വേണ്ടിട്ട് രാത്രി ഞമ്മെല്ലാവരും ഉറങ്ങിയിട്ടാകുമ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും എന്ന് വിചാരിച്ച് ശിഷ്യന്മാര് അല്ലെങ്കിൽ മുരീദുമാര് മെല്ലെ രാത്രി ഉറക്കം വഹിച്ച് ഉസ്താദ് താമസിക്കുന്ന, മഹാനരായ സഹൽ തുസ്തരി തങ്ങൾ താമസിക്കുന്ന റൂമിന്റെ പുറത്ത് ഉറക്കൊഴിഞ്ഞ് കത്തുനിന്നു. രാത്രി ചിലപ്പോ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, പകൽ ഭക്ഷണം കഴിക്കുന്നില്ല, ആരും കാണുന്നില്ല. ഭക്ഷണം കഴിക്കാതെ എങ്ങനെയാ ജീവിക്കുക? കാലങ്ങളായി ജീവിക്കുന്നു. അപ്പൊ രാത്രി കാട്ടിൽ നിന്ന് മൃഗങ്ങൾ വരികയാണ്. അന്ന് അവർ നിരീക്ഷിക്കുമ്പോ വന്നത് ഒരാടാണ്. ഒരാട് വരുന്നു, അതിന്റെ തല കൊണ്ട് വാതിൽ മുട്ടുന്നു. മഹാനവറുകൾ, മഹാനരായ സഹൽ തുസ്തരി തങ്ങൾ വാതിൽ തുറക്കുന്നു. അതിൽ നിന്ന് പാല് കറന്നെടുത്ത് ആവശ്യമുള്ളതെടുത്ത് ആട് തിരിച്ചു പോകുന്നു. ഈ രൂപത്തിൽ മൃഗങ്ങൾ വന്ന് ഭക്ഷണം നൽകിയിരുന്ന വലിയ കറാമത്തിന്റെ ഉടമയാണ് മഹാനരായ സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകൾ അയൽവാസികളോട് കാണിച്ച സ്നേഹത്തിന്റെ ആ വലിയ അധ്യായം നമുക്ക് വലിയ പാഠമാണ്. പലപ്പോഴും നമ്മ അയൽവാസികളൊക്കെ കാരുണ്യം കാണിക്കലുണ്ട, ആവശ്യമുള്ളത് കൊടുക്കലുണ്ട. ആ ഉണ്ട് സ്ഥലം മംഗളത്തിനെല്ലാം പോകുന്നു, അത് ചോറ് കിട്ടുന്നുണ്ട്, അല്ലേ? അല്ലാതെ അവിടെ വിഷമത്തിനും പ്രയാസത്തിനും താങ്ങും തണലുമായി അവർക്കൊരു നല്ല സമാധാന വാക്കായി നാം അവിടെ പോകാറുണ്ടോ? അതാണ് ചോദ്യം. ചിലപ്പോ അയൽവാസികൾക്ക് എന്തെങ്കിലും ആവശ്യം വരും, അയൽവാസികൾക്ക് എന്തെങ്കിലും ആവശ്യം വരും. അപ്പൊ നമ്മളടുത്തേക്ക് വരും. ഞമ്മ അയൽവാസികളെ പരിഗണിക്കലുണ്ട്, ഞമ്മ എല്ലാവരും നല്ലേ, അവരും നല്ലേ, ഞമ്മ നല്ലേ, എല്ലാം നല്ല നിലക്കുള്ളതെന്ന് പറയും. പക്ഷെ അയൽവാസി ആള് വന്നിട്ട് പറയാണ്, അല്ല അതിരാച്ചാ, നിങ്ങളെ പൊരന്റെ ബാക്കിൽ ഒരു കവുങ്ങ് കാണുന്നല്ലേ, നിങ്ങളെ പൊരന്റെ ബാക്കിൽ ഒരു കവുങ്ങ് കാണുന്നല്ലേ, അതൊന്നും ആവശ്യമായി തരോന്ന്. ഈ പൊരക്കാരൻ അതിരാഞ്ചക്ക് അങ്ങനത്തെ കവുങ്ങ്, ഈ പൊരക്കാരൻ അതിരാഞ്ചക്ക് അങ്ങനത്തെ കവുങ്ങുള്ളത് അറിയാലോ, ഓർമ്മയില്ല. ഇയാൾ പറയുമ്പോഴാണ് അവിടെ കവുങ്ങുണ്ടല്ലേ. ഇയാൾക്ക് ആവശ്യമില്ല, അയൽവാസിക്ക് ആവശ്യമുണ്ട്. പക്ഷെ ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കുകയാണ്, നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്? അത് നമുക്കിതുവരെ അങ്ങനത്തെ സാധനം ഉള്ളതെന്ന് അറിയില്ല, ഒരു കവുങ്ങുള്ളത്. പക്ഷെ അയൽവാസി വന്ന് ചോദിക്കുമ്പോൾ അറിഞ്ഞ് നമ്മളെ പൊരന്റെ ബാക്കിൽ നല്ല ഒരു തടി കവുങ്ങുണ്ട്. ഉദാഹരണം പറഞ്ഞ കവുങ്ങിന് എന്തോ ആകട്ടെ, അങ്ങനത്തെ ഉള്ള സംഗതിയെ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അയൽവാസി വന്നിട്ട്, നിങ്ങളെ പൊരന്റെ ബാക്കിലേ ആ കവുങ്ങില്ല, ആ മരത്തിന്റെ അടിയിൽ, അതൊന്നും എടുത്തോട്ടാ, അവിടെ പണിക്കാർ വന്നിട്ടുണ്ട്, കവുങ്ങ് ആവശ്യം. അത് ചോദിക്കുമ്പോഴാണ് എന്റെ മനസ്സിൽ വരുന്നത്, എന്റെ പൊരയിൽ ബാക്കിൽ കവുങ്ങുണ്ടല്ലേ, എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്? അത് ഓളെ വിളിക്കും, എന്താണ് ആ കവുങ്ങ് എന്തെങ്കിലും ആവശ്യമുണ്ടാ? അതിനാച്ച ചോദിക്കാൻ വന്നിട്ടുണ്ട്. മനസ്സറിഞ്ഞ് നല്ല നിലക്ക് കൊടുക്കാനുള്ള താല്പര്യമുണ്ട്. പക്ഷേ അവിടെയും എന്റെ ആവശ്യങ്ങളെ പരിഗണിക്കുകയാണ്.
അയൽവാസി വന്ന് ചോദിക്കുമ്പോ ചോദിച്ച ഉടനെ അപ്പുറവും ഇപ്പുറവും ചിന്തിക്കാതെ അയൽവാസിയോടുള്ള ബന്ധം, അയൽവാസിയോടുള്ള കരുണ അത് പ്രകടിപ്പിക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ പോലും നമ്മുടെ ചിന്ത, നമുക്കറിയാത്ത വസ്തു അത് എന്തിനെങ്കിലും ഉപകാരം കിട്ടുമോ എന്നാണ്. എന്തെങ്കിലും ഏതെങ്കിലും ഒരാവശ്യത്തിന് എനിക്കത് വേണോ എന്ന് ചിന്തിക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ അതെനിക്ക് വേണമെന്ന് പറഞ്ഞ് ഒരു ആവശ്യമില്ലെന്നുറപ്പായാൽ എടുത്തോളൂ എന്ന് പറയുകയാണ്. ഇതല്ല അയൽവാസികളോടുള്ള കരുണ. ആവശ്യമില്ലാത്തതല്ല നാം കൊടുക്കേണ്ടത്. നമുക്കാവശ്യമില്ലാതെ, നമുക്കൊരിക്കലും ആവശ്യമില്ലെന്നുറപ്പുള്ള വസ്തുക്കള്, വേണ്ടെന്ന് വെച്ച് ഒഴിവാക്കിയ വസ്തുക്കള് അത് കൊടുക്കുന്നില്ലേ, അത് സ്വതക്കയല്ല, അത് അയൽവാസി ബന്ധത്തിന് മെച്ചപ്പെടുത്തുന്ന കാര്യമല്ല, അത് നിന്റെ സൽസ്വഭാവത്തിൽ പെടുന്നതല്ല. നമുക്കാവശ്യമുണ്ടെങ്കിലും കൊടുക്കണം. അങ്ങനെയാണ്. അവിടെയാണ് സഹൽ തുസ്തരി റളിയല്ലാഹു അൻഹുവിന്റെ കഥ നമുക്ക് വലിയ പാഠമുള്ളത്. കരുണ, റഹ്മത്താണല്ലോ നമ്മുടെ വിഷയം. റഹ്മത്ത് നമ്മിലും ഉണ്ടാകണം, അയൽവാസികളോടുള്ള റഹ്മത്ത്. സഹൽ തുസ്തരി റളിയല്ലാഹു തആല അൻഹു, സുബ്ഹാനല്ലാഹ്, അയൽവാസി അവിശ്വാസിയാണ്. അയൽവാസി തീനെ ആരാധിക്കുന്ന മനുഷ്യനാണ്. അയൽവാസി യഹൂദിയാണ്. പക്ഷേ നല്ല ബന്ധമാണ്. എപ്പോഴും സംസാരിക്കും. വീട്ടിൽ എന്തുണ്ടാക്കിയാലും അയൽവാസിക്ക് കൊടുക്കും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞു. സഹൽ തുസ്തരി തങ്ങൾ രോഗം പിടിപെടുകയാണ്. സഹൽ തുസ്തരി തങ്ങൾക്ക് രോഗം പിടിപെടുകയാണ്. സുബ്ഹാനല്ലാഹ്. രോഗം പിടിപെട്ടു. ഈ രോഗത്തിൽ ഞാൻ മരിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോ മക്കളോട് പറയാണ്, തൊട്ടപ്പുറത്തെ അയൽവാസി യഹൂദിയായ മനുഷ്യനെ വിളിക്കണമെന്ന്. സഹൽ തുസ്തരി തങ്ങൾ വിളിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, അയൽവാസിയായ യഹൂദി വരികയാണ്. യഹൂദി വന്നുകൊണ്ട് സഹൽ തുസ്തരി തങ്ങളോട് സംസാരിക്കുകയാണ്. അവസാനം സഹൽ തുസ്തരി തങ്ങൾ പറയാണ്, അല്ലയോ മനുഷ്യ, ഞാനിപ്പോ നിങ്ങളെ വിളിക്കാൻ ഒരു കാരണമുണ്ട്. ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങളെ വീടും എന്റെ വീടും തൊട്ടടുത്താണ്. നിങ്ങളെ പറമ്പ് അല്പം ഉയർന്നു നിൽക്കുന്ന പറമ്പാണ്. എന്റെ പറമ്പ് അല്പം താഴ്ന്നു നിൽക്കുന്ന പറമ്പാണ്. എന്നിട്ടോ നിങ്ങളെ പറമ്പിന്റെ ഭാഗത്തു നിന്ന് ഒരു മലിനജലം എന്റെ പറമ്പിലേക്ക് വരുന്നുണ്ട്. അല്പാൽപമായി എന്റെ പറമ്പിലേക്ക് മലിനജലം വരുന്നുണ്ട്. അവിടെ നിങ്ങൾ പോയി നോക്കൂ. രോഗിയായി മരണാസന്നനായി കിടക്കുന്ന സഹൽ തുസ്തരി തങ്ങൾ ഇങ്ങനെ പറയുമ്പോ അയൽവാസിയായ യഹൂദിയായ ആ മനുഷ്യൻ ആ സഹൽ തുസ്തരി തങ്ങൾ പറഞ്ഞപ്പോ വീടിന്റെ പുറത്തിറങ്ങിയിട്ട് രണ്ട് വീട്ടിന്റെയും അതിർത്തി പ്രദേശത്ത് പോയി നിന്ന് അവിടെ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഇന്ന് വരെ യഹൂദി അത് കണ്ടിട്ടില്ല, ഇന്ന് വരെ അത് ശ്രദ്ധിച്ചില്ല. യഹൂദിയുടെ വീടിന്റെ കക്കൂസിന്റെ ടാങ്കിൽ നിന്ന്, കക്കൂസ് ടാങ്ക് ഇന്നിപ്പോ സംവിധാനിക്കുന്ന പോലല്ല, അന്ന് ബാത്റൂമിന്റെ വേസ്റ്റ് പോകുന്ന സ്ഥലം, അതിൽ നിന്ന് വെള്ളം സഹൽ തുസ്തരി തങ്ങളുടെ പറമ്പിലേക്ക് വരുന്നുണ്ട്. അത് അല്പാൽപമായി കനിഞ്ഞ സഹൽ തുസ്തരി തങ്ങളുടെ പറമ്പിലേക്ക് വരുന്നുണ്ട്. അവിടേക്ക് അടുത്ത് നിൽക്കാൻ കഴിയുന്നില്ല, ഭയങ്കരമായ വാസനയാണ്. അവിടെ അടിഭാഗത്തൊരു പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിൽ വെള്ളം നിറയാനായി നിൽക്കുന്നു. യഹൂദിയായ അയൽവാസി ചിന്തിക്കുകയാണ്, സുബ്ഹാനല്ലാഹ്, എന്റെ വീട്ടിലെ വിസർജന സ്ഥലത്തിന്റെ വേസ്റ്റുകള്, ടോയ്ലറ്റിന്റെ വേസ്റ്റുകള് അതിവിടെ ഇവരെ വീട്ടിലേക്ക് വരികയാണ്, ഇവിടെ പറമ്പിലേക്ക് വരികയാണ്.
വാസന കൊണ്ട് നാറ്റം കൊണ്ട് അടുക്കാൻ കഴിയുന്നില്ല. പിന്നെ എന്തിനിവിടെ പാത്രം വെച്ചിരിക്കുന്നു? നേരെ സഹലുത്തുസ്തരി തങ്ങൾ അടുത്ത് പോയി ചോദിക്കുകയാണ്, അല്ലയോ മഹാനവറുകളെ, നിങ്ങൾ പറഞ്ഞത് ഞാൻ കണ്ടു. നിങ്ങൾ എന്റെ വീട്ടിൽ നിന്ന് മലിനജലം നിങ്ങളെ പറമ്പിലേക്ക് വീഴുന്നുണ്ട്. അറിഞ്ഞിരുന്നില്ല, ശ്രദ്ധിച്ചില്ല. നിങ്ങൾ എന്തേ ഇത്രകാലം എന്നോട് പറയാത്തത്? നിങ്ങൾ എന്തേ എന്നോട് ഇത്രകാലം എന്നോട് പറയാത്തത്? സഹലുത്തുസ്തരി തങ്ങൾ പറയാണ്, ഞാൻ നിങ്ങളോട് നല്ല ബന്ധമാണ്, നല്ല പരിചയമാണ്, നല്ല സംസാരമാണ്, എപ്പോഴും നല്ല ഇടപെടലുകളാണ്. പക്ഷേ നിങ്ങളെ ഈ ഒരു വീഴ്ച, നിങ്ങളെ ഈ ഒരു കുറവ് നിങ്ങളോട് പറയേണ്ടി വന്നാൽ, അത് നിങ്ങൾക്ക് മനസ്സിന് വിഷമമുണ്ടാക്കിയാൽ, നിങ്ങൾക്ക് പ്രയാസമായാൽ, ഒരു പക്ഷേ നിങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. അതോടെ നമ്മുടെ അയൽപ്പക്ക ബന്ധം മുറിഞ്ഞു പോകുമോ? ഞാൻ പേടിച്ചു പോയതാണ്, അതുകൊണ്ട് മനഃപൂർവ്വം പറയാത്തതാണ്. ആ യഹൂദി ചോദിക്കുന്നുണ്ട്, എപ്പോൾ മുതലാണ് എന്റെ വീട്ടിൽ നിന്ന് ഈ മലിനജലം വരാൻ തുടങ്ങിയത്? സുബ്ഹാനല്ലാഹ്, ഇന്നലെയല്ല, മിനിഞ്ഞാന്നല്ല, അടുത്ത കാലത്തല്ല, കാലങ്ങളായി നിങ്ങളെ വീട്ടിൽ നിന്ന് മലിനജലം എന്റെ വീട്ടിലേക്ക് വരികയാണ്. യഹൂദി അത്ഭുതപ്പെടുകയാണ്. യഹൂദിയുടെ മൂന്നാമത്തെ ചോദ്യം, എങ്കിലും നിങ്ങൾ എന്തിന് പാത്രം വെച്ചിരിക്കുന്നു? നിങ്ങൾ എന്തിന് പാത്രം വെച്ചിരിക്കുന്നു? സഹലുത്തുസ്തരി തങ്ങൾ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, നിഷ്കളങ്കമായി പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, അയൽവാസികൾ തമ്മിലുള്ള ബന്ധത്തിന് വലിയ മാതൃകയാണ് മഹാനവറുകള്. സഹലുത്തുസ്തരി തങ്ങൾ പറഞ്ഞത്, അല്ലയോ മനുഷ്യ, നിങ്ങളെ വീട്ടിൽ നിന്ന് പറമ്പിൽ നിന്ന് വരുന്ന മലിനജലോ എന്റെ പറമ്പിൽ വന്നത് ഇങ്ങോട്ട് വീട്ടിലേക്ക് എത്തിയാൽ എന്റെ വീടും പരിസരവും ആകെ ദുർഗന്ധം വരും, വല്ലാത്ത നാറ്റം സംഭവിക്കും. എനിക്ക് സഹിക്കാം, എന്റെ കുടുംബത്തിന് അത് സഹിക്കില്ല, എന്റെ മക്കൾക്കത് സഹിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ പാത്രം വെച്ചത്. എല്ലാ ദിവസവും ആരും കാണാതെ ആ പാത്രം നിറയുമ്പോ ആ പാത്രം കയ്യിലെടുത്തുകൊണ്ട് വിദൂരമുള്ള വിജനമായ സ്ഥലത്തേക്ക് നടന്ന് ആ പാത്രത്തിലുള്ള വേസ്റ്റ് കളഞ്ഞ് വീണ്ടും ആ പാത്രം അവിടെ തന്നെ സംവിധാനിക്കുകയാണ്. സഹലുത്തുസ്തരി തങ്ങൾ ഇത് പറയുമ്പോ യഹൂദിയായ അയൽവാസി അത്ഭുതപ്പെടുകയാണ്. എന്തോ ഒരു സ്വഭാവമാണ്, എന്തോ ഒരു സംസ്കാരമാണ്, എന്തോ ഒരു മനസ്സാണ്. യഹൂദി ഒന്നുകൂടി ചോദിക്കുകയാണ്, കാലങ്ങളായി നിങ്ങൾ എന്റെ വീട്ടിലെ മലിനജലം ആരും കാണാതെ ആ ദുർഗന്ധം വകവെക്കാതെ കയ്യിലെടുത്ത് കളഞ്ഞ് പാത്രം വീണ്ടും നിക്ഷേപിക്കുന്നുവല്ലോ, ഇപ്പോൾ എന്തേ നിങ്ങൾ എന്നോട് പറയാൻ കാരണം? ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിങ്ങൾ എന്തേ പറയാൻ കാരണം? സഹലുത്തുസ്തരി തങ്ങൾ പറയാണ്, മനുഷ്യ, ഇത് ഞാനിപ്പോൾ പറയാൻ വിചാരിച്ചതല്ല, പറയുന്നതിൽ എനിക്ക് താല്പര്യമില്ല. പക്ഷേ പറയാനൊരു കാരണമുണ്ട്. ഞാൻ രോഗിയായി കിടക്കുകയാണ്. ഞാൻ ഭാവിക്കുന്നു ഈ രോഗത്തിൽ നിന്ന് എനിക്ക് രക്ഷയില്ലെന്ന്. ഞാൻ വിചാരിക്കുന്നു എന്റെ മരണം അടുത്തിരിക്കുന്നു എന്ന്. എന്റെ കാലശേഷം സുബ്ഹാനല്ലാഹ്, നിങ്ങളെ വീട്ടിൽ നിന്ന് പറമ്പിൽ നിന്ന് വരുന്ന മലിനജലം ഞാൻ സഹിച്ചതുപോലെ എന്റെ വീട്ടുകാർ, എന്റെ കുടുംബക്കാർ സഹിച്ചു എന്ന് വരില്ല.
ഒരു പക്ഷേ അവരും ആ വാസന അനുഭവിച്ചുകൊണ്ട് എന്റെ വീട്ടിലേക്ക് വരുന്ന നിങ്ങളെ വീട്ടിൽ നിന്നുള്ള ആ മലിനജലോ അതിന്റെ ദുർഗന്ധം ഏൽക്കുമ്പോ എന്റെ വീട്ടുകാർ സഹിക്കവയ്യാതെ നിങ്ങളോട് എതിർത്ത് സംസാരിച്ചാൽ എന്റെ വീട്ടുകാരും എന്റെ അയൽവാസിയായ നിങ്ങളെ വീട്ടുകാരും തമ്മിലുള്ള ബന്ധം ഉലയുമല്ലോ, നഷ്ടപ്പെട്ടു പോകുമല്ലോ, അത് പ്രശ്നമാകുമല്ലോ, സൗഹൃദം തകരുമല്ലോ. അത് പേടിച്ചുകൊണ്ട് മാത്രം ഞാനിപ്പോ നിങ്ങളെ വിളിച്ച് ഡയറക്റ്റായിട്ട് നിങ്ങളെ പറയുകയാണ്, അല്ലെങ്കിൽ പറയുമായിരുന്നില്ല. ഇത് പറയുമ്പോ അത്ഭുതത്തോടെ യഹൂദിയായ മനുഷ്യൻ സഹ്ലു തുസ്തരി തങ്ങളെ മുഖത്തേക്ക് നോക്കിയിട്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി സഹ്ലു തുസ്തരി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, കാലം എത്രയായി മഹാനവറുകളെ എന്റെ വീട്ടിലെ ഈ മലിനജലം നിങ്ങൾ സഹിക്കുന്നു, നിങ്ങളൊന്നാ കൈയൊന്ന് നീട്ടിത്തരണം, നിങ്ങളെ കൈയൊന്ന് എനിക്ക് നീട്ടിത്തരണം. സഹ്ലു തുസ്തരി തങ്ങൾ കൈ നീട്ടിക്കൊടുക്കുന്നു, മതി വരുവോളം ചുംബിക്കുന്നു. യഹൂദിയായ മനുഷ്യൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത്രയും വലിയ വിശ്വാസത്തിന്റെ, ഇത്രയും വലിയ കരുണയുടെ പ്രത്യയശാസ്ത്രം, അതിൽ ഞാൻ ആകൃഷ്ടനാണ്. സഹ്ലു തുസ്തരി തങ്ങളെ കൈപിടിച്ച് വിശുദ്ധ മതം പുൽകുകയാണ്. അയൽവാസികളോടുള്ള ബന്ധം ആ രൂപത്തിലാണ്. സുബ്ഹാനല്ലാഹ്. ഇത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇതാണ് മഹാന്മാർ അവരുടെ അയൽവാസികളോടുള്ള കാണിച്ച കരുണ. ഈ കരുണ കൊണ്ടാണ്, ഈ കരുണയൊക്കെ അവരുടെ ജീവിതത്തിൽ പുലർത്തിക്കൊണ്ടാണ് അള്ളാഹുവിനോട് കരുണ ചോദിക്കുന്നത്. നമ്മളെ അയൽവാസികളോട് കരുണയില്ല. ആവശ്യങ്ങൾ ചോദിച്ചു വന്നാൽ തന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇല്ലെന്നുറപ്പായാൽ ആവശ്യമില്ലാത്ത വേസ്റ്റ് സാധനങ്ങൾ മാത്രം കൊടുക്കുന്ന നിലപാട്. പ്രതിസന്ധി ഘട്ടത്തിൽ പോലും തിരിഞ്ഞു നോക്കാത്ത നിലപാട്. ഇങ്ങനെ അയൽവാസികളോട്, കുടുംബത്തിലുള്ള സാധുക്കളോടൊന്നും കരുണ കാണിക്കാതെ പിന്നെ പടച്ചറബിനോട് എങ്ങനെ കരുണ ചോദിക്കാനാണ്? അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. അള്ളാഹു നമ്മുടെ മനസ്സ് നന്നാക്കുമാറാകട്ടെ. സഹ്ലു തുസ്തരി തങ്ങളെ വലിയ പാഠം നമുക്ക് വലിയ മാതൃകയാണ്. അള്ളാഹു നമ്മെ നന്നാക്കുമാറാകട്ടെ. ആ രൂപത്തിലാണ് നാം ചിലവഴിക്കേണ്ടത്. മഹാന്മാരെങ്ങനെയാണ് സദഖ കൊടുക്കുന്നത്? നമ്മൾ റമദാനിലാകുമ്പോ പല ആളുകളും പല രൂപത്തിലും സദഖ വാങ്ങാൻ വേണ്ടി വരും. എന്തെങ്കിലും ചില്ലറ കൊടുക്കും, വാങ്ങിപ്പോയി നാം ഒരു സദഖ കൊടുക്കും. നമ്മുടെ വീട്ടിലേക്ക് വന്ന അയൽവാസികൾ, കുടുംബത്തിലുള്ള ആളുകൾ, പരിചയക്കാർ, അവർ നമ്മുടെ വീട്ടിലേക്ക് വല്ലതും പ്രതീക്ഷിച്ചു വരികയാണ്. നാം ഒരു സംഖ്യ അവർക്ക് കൊടുക്കും. ചിലപ്പോ നല്ല മനസ്സോടെയായിരിക്കും നൽകുക, മറ്റു ചിലപ്പോ മനമില്ലാ മനസ്സോടെയായിരിക്കും നൽകുക. എന്തായാലും സദഖ കൊടുത്തിട്ട് അത് വാങ്ങിയിട്ട് അവർ പോയാൽ പിന്നെ അവരെ കുറ്റം പറയും. നിന്റെ ആക്കുന്ന എല്ലാ പുരക്കും പോകുന്നല്ലേ, എല്ലായിടത്തും വാങ്ങുന്നല്ലേ, എന്താക്കുന്ന പൈസ എന്നൊക്കെ പറഞ്ഞു മനസ്സില്ല മനസ്സോടെ കൊടുക്കുന്ന സദഖകളാണ്. സദഖകൾ നമുക്ക് വലിയ പ്രതീക്ഷയാണ്. സദഖകൾ നമ്മുടെ ജീവിതത്തിൽ കൂടെ നടക്കേണ്ട ഒരു കാര്യമാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ നാളെ ആഖിറത്തിലെത്തും. ആഖിറത്തിൽ പടച്ചറബിന്റെ കോടതിയിൽ ഒരു മനുഷ്യൻ ഹാജരാക്കപ്പെടും. നന്മതിന്മകൾ രേഖപ്പെടുത്തിയ സർവ്വ പ്രവർത്തനങ്ങളും എഴുതിയ കിതാബ് അവന്റെ വലങ്കയിൽ നൽകും. അവന്റെ വലങ്കയിൽ നൽകിയപ്പോ അവൻ ആ കിതാബ് ഇങ്ങനെ മറിച്ചു നോക്കും. പേടിയോടെയും പ്രതീക്ഷയോടെയും കിതാബ് ഇങ്ങനെ മറിച്ചു നോക്കുമ്പോ അതില് ഹജ്ജ് ചെയ്തതിന്റെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇയാള് ജീവിതത്തിൽ ദുനിയാവിൽ ഹജ്ജ് ചെയ്ത ആളല്ല, പക്ഷെ ആഖിറത്തിൽ പടച്ചറബിന്റെ കോടതിയിൽ എത്തിയിട്ട് ആ കിതാബ് ഇങ്ങനെ നോക്കുമ്പോ ഹജ്ജ് ചെയ്ത കൂലി. ഇയാൾ ഹാജിയാണ്. ദുനിയാവിൽ ഒരാളും ഹാജിയും വിളിച്ചിട്ടില്ല.
പാസ്പോർട്ടും വിസയില്ല, ഫ്ലൈറ്റ് കയറിയിട്ടില്ല, ഹജ്ജിന് പോയിട്ടില്ല. പക്ഷേ ആഖിറത്തിലെത്തുമ്പോ, പടച്ച റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ അയാൾ ഹാജിയാരായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അയാൾക്ക് കിട്ടിയ വലം കൈയിൽ കിട്ടിയ ആ കിതാബ് ഇങ്ങനെ മറിച്ചു മറിച്ചു നോക്കുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അയാൾ ആ കിട്ടിയ കിതാബ് ഒന്നുകൂടി പരീക്ഷിക്കുമ്പോ അയാൾ വലിയ സദഖ കൊടുത്തതിന്റെ പ്രതിഫലവും കാണുകയാണ്. ദുനിയാവിൽ വലിയ സദഖ കൊടുത്ത പ്രതിഫലവും, സദഖ കൊടുത്തതിന്റെ സദഖ കൊടുത്തതിന്റെ നന്മ രേഖപ്പെടുത്തിയതും ആ കിതാബിൽ കാണുന്നുണ്ട്. അയാൾ അത്ഭുതപ്പെട്ടു. അയാൾ പറഞ്ഞു, ഇതെന്റെ കിതാബല്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, സുബ്ഹാനല്ലാഹ്, അന്നഹു യുഅതാ ബിൽ അബ്ദി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഒരടിമയെ കൊണ്ടുവരും. എന്നിട്ടോ അയാൾക്ക് വലങ്കയിൽ കിതാബ് നൽകും. ഫയറാ ഫീഹിൽ ഹജ്ജ. ആ കിതാബിൽ അയാൾ ഹജ്ജ് ചെയ്തതായി കാണുന്നു. വൽ ഉംറ. ആ കിതാബിൽ അയാൾ ഉംറ ചെയ്തതായി കാണുന്നു. വൽ ജിഹാദ്. ആ കിതാബിൽ വിശുദ്ധ ദീനിന് വേണ്ടി പോരാടിയതായി അയാൾ കാണുന്നു. സകാത്ത് കൊടുത്തത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, സദഖ കൊടുത്തത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫയഖൂലുൽ അബ്ദു ഫീ നഫ്സിഹി. അടിമ പറയുകയാണ്, മാ അമിൽതു മിൻ ഹാദാ ശൈആ. ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഹജ്ജ് ചെയ്തിട്ടില്ല, ഉംറ ചെയ്തിട്ടില്ല, സദഖ കൊടുത്തിട്ടില്ല, സകാത്ത് കൊടുത്തിട്ടില്ല. ഹജ്ജ് ചെയ്യാൻ എൻ്റെ അടുക്കൽ സമ്പത്തില്ല, ഉംറ നിർവഹിക്കാൻ എൻ്റെ അടുക്കൽ സമ്പത്തില്ല, സദഖ കൊടുക്കാൻ മാത്രം സമ്പത്ത് എൻ്റെ അടുക്കലില്ലായിരുന്നു. വലൈസ ഹാദാ കിതാബി. ഇതെന്റെ കിതാബല്ല, ഇതെന്റെ കിതാബല്ല. അതേ, ആടിമ പടച്ച റബ്ബിന്റെ കോടതിയിൽ തനിക്ക് കിട്ടിയ നന്മ തിന്മകൾ എഴുതപ്പെട്ട രേഖകൾ നോക്കിയിട്ട് വലൈസ ഹാദാ കിതാബി, ഇതെന്റെ കിതാബല്ല എന്ന് നിരാശനായി പറയുമ്പോ ഫയഖൂലുല്ലാഹു തആല, അല്ലാഹു അടിമയോട് പറയാണ്, ഇഖ്റ, നീ വായിക്കണം. ഫഇന്നഹു കിതാബക, അത് നിന്റെ കിതാബ് തന്നെയാണ്. ഇശ്ത ദഹ്റൻ വഅൻത തഖൂൽ ലൗ കാന ലീ മാലുൻ ലഹജജ്തു വലൗ കാന ലീ മാലുൻ ലജാഹത്തു. അല്ലാഹു പറയാണ്, നിന്റെ കിതാബല്ലാന്നല്ല നീ പറഞ്ഞേ, പക്ഷേ നീ കുറെ കാലം ജീവിക്കുമ്പോ നീ മരണം വരെ നീ പറഞ്ഞൊരു വാക്കുണ്ട്. നീ നിന്റെ ദുനിയവിയായ ജീവിതത്തിൽ മരണം വരെ പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്കെന്താണ്? പടച്ച റബ്ബേ, ലൗ കാന ലീ മാൽ, എനിക്ക് പണമുണ്ടായിരുന്നുവെങ്കിൽ ലഹജ്ജത്തു, ഞാൻ ഹജ്ജ് ചെയ്യുമായിരുന്നു. അയാൾക്ക് പൈസ ഇല്ല, സാമ്പത്തികമായി കഴിവില്ല. അപ്പോ അയാൾ മനസ്സിൽ വല്ലാത്ത ആഗ്രഹം, ഉത്കടമായ ആഗ്രഹം ഹജ്ജ് ചെയ്യണമെന്ന്. അതിനുവേണ്ടി നിരന്തരം ദുആ, എല്ലാ ദുആകളിലും ഹജ്ജ് ചെയ്യാൻ തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യും. മരണം വരെ മക്കത്തെത്തിയില്ല, മരണം വരെ ഹജ്ജിന് തൗഫീഖില്ല. പക്ഷേ പടച്ച റബ്ബിന്റെ കോടതിയിലെത്തിയപ്പോ ആ നന്മ തിന്മകൾ രേഖപ്പെടുത്തുന്ന കിതാബ് കയ്യിൽ കിട്ടുമ്പോ അയാൾ ആ കിതാബിൽ ഹാജിയാരാണ്. അല്ലാഹ് പറയാണ്, ഇഖ്റ, നീ വായിക്കണം. ഫഇന്നഹു കിതാബക, അത് നിന്റെ കിതാബാണ്. നീ പറഞ്ഞില്ലേ, ലൗ കാന ലീ മാൽ, എനിക്ക് മാലുണ്ടായിരുന്നുവെങ്കിൽ ലഹജ്ജത്തു, ഞാൻ ഹജ്ജ് ചെയ്യുമായിരുന്നു. ലൗ കാന ലീ മാൽ, എനിക്ക് ധനമുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ സദഖ ചെയ്യുമായിരുന്നു. നീ പറഞ്ഞില്ലേ,
ഖൽബിൽ വല്ലാതെ അങ്ങ് ആഗ്രഹിച്ചില്ലേ? എനിക്കറിയാം അല്ലാഹ് പറയാണ്, വഅറഫ്തു, ഞാൻ അറിഞ്ഞു, മിൻ നിയതിക അന്നക സാദിഖുൻ, നിന്റെ നിയത്ത് സത്യമാണ്, നീ പറയുന്നത് കളവല്ല, നേരാണ്, നീ പറയുന്നത് ശരിയാണെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് നിനക്ക് ഹജ്ജിന്റെ പ്രതിഫലം എഴുതി വെച്ചു. അല്ലാഹു അടിമയോട് പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്. അപ്പൊ പിന്നെ നമ്മൾ നാളെ മുതൽ നമ്മൾ പറഞ്ഞാൽ മതിയാ ഞാൻ ഹജ്ജ് ചെയ്യും? അത് കഴിയാൽ അല്ലാഹ് പരീക്ഷിക്കും. മഹാന്മാർ പറയുന്നുണ്ട്, ഈ ഒരു ഹദീസ് വെച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നുണ്ട്, ഒരാള് നീയത്ത് നല്ല നീയത്താണ്, ഖൽബിൽ നല്ല നീയത്ത്, പടച്ച റബ്ബേ ഇന്നിപ്പോ ഈ പുതിയ കാലത്ത് ഹജ്ജ് ചെയ്യണമെങ്കിൽ ഒരു ഗവൺമെന്റ് ആണെങ്കിൽ 4-5 ലക്ഷം റുപ്യ വേണം, അല്ലെ? പ്രൈവറ്റ് ആണെങ്കിൽ 8 ലക്ഷത്തോളം രൂപ വേണം, 6-7 ലക്ഷം എന്തായാലും വേണം. ചിലപ്പോ സാമ്പത്തികമായി ഒരൽപ്പം പ്രയാസമുള്ള ആളുകൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷെ മനസ്സിൽ ഉത്കടമായ ആഗ്രഹം, നല്ല ആഗ്രഹം, ആഗ്രഹം മാത്രല്ല എപ്പോഴും ദുആ. അങ്ങനെയുള്ള ഖൽബുള്ള അടിമയാണോ അവിടെ രേഖപ്പെടുത്തി ഹജ്ജ് ചെയ്തതായിട്ട്? അല്ലാഹു തആല പരീക്ഷിക്കും. എങ്ങനെ? ഇപ്പൊ സ്വതക്ക കൊടുത്ത ആൾക്ക് സ്വതക്ക കൊടുക്കാതെ തന്നെ ആഖിറത്തിലെത്തുമ്പോൾ സ്വതക്ക കൊടുത്ത പ്രതിഫലം കിട്ടും. എങ്ങനെ? ഒരു സ്വതക്ക കൊടുക്കാൻ നല്ല ആഗ്രഹമുണ്ട്, ഒന്ന്. രണ്ടാമത്തത്, ഇപ്പൊ ഓന് എത്ര ഉണ്ട് പൈസ? 1000 രൂപ ഉള്ള ആളുകൾ അതിനനുസരിച്ചൊരു 100 രൂപയെങ്കിലും കൊടുക്കുന്നുണ്ടോ? എങ്കിൽ ഓൻ 1 ലക്ഷം ഉണ്ടെങ്കിൽ 10,000 രൂപ കൊടുക്കും. 1000 രൂപ ഉള്ള ആള് പറയുന്നത്, ഇപ്പൊ എന്റെ അടുത്ത് പൈസ ഇല്ല, പൈസ ആയ പിന്നെ കൊടുക്കാം. കാരണം ഇപ്പൊ 1000 രൂപ കിട്ടിയെങ്കിൽ അതില് 300 രൂപ റീചാർജിനായി, അല്ലെ? 300 രൂപ മത്തിക്കായി, ബാക്കി 300 രൂപ ഫ്രൂട്ട്സിനുമായി, 100 രൂപ മുട്ടായിക്കുമായി. ഗ്യാസ് വാങ്ങണ്ടേ, ബാക്കി സാധനങ്ങൾ വാങ്ങണ്ടേ, പൈസ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പൈസ കൊടുക്കുന്നില്ല, പൈസ ഉണ്ടാകുമ്പോ എന്താക്കാം, കൊടുക്കാം എന്ന് ചിന്തിക്കും. ഇയാൾക്ക് 5000 കിട്ടിയാലോ? അപ്പൊ റീചാർജ് 300 അല്ല, റീചാർജ് 700 ആയി. അതിൽ ഗ്യാസ് വാങ്ങി, മീനല്ല ഇറച്ചി വാങ്ങി, 300 രൂപന്റെ ഫ്രൂട്ട്സ് അല്ല അതിലധികം സാധനം വാങ്ങി. അപ്പൊ 5000 രൂപ ഫുള്ളായിട്ട് തീർന്നു. അപ്പോ പൈസ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കും, ഇപ്പൊ കൊടുക്കൂല എന്ന നിയത്താണെങ്കിൽ അത് കിട്ടൂല. ഇപ്പൊ ഉള്ളതെന്ത് അതിൽ നിന്ന് കൊടുക്കുന്നു. എന്നിട്ട് പടച്ചറബിനോട് പറയുന്നു, മനസ്സറിഞ്ഞ് പടച്ചറബേ എനിക്ക് നീ നൽകിയത് ഇത്രയാ, എനിക്ക് ഇത്ര നിർബന്ധമായിട്ടും വേണം, എന്റെ പുരക്കാർക്ക്, എന്റെ ഓക്ക്, എന്റെ ബക്കക്ക്, എന്റെ കുടുംബത്തിന് നൽകണം. അതിൽ നിന്ന് ഒരല്പം ഞാൻ സദഖ ചെയ്തു, നീ അധികം നൽകിയാൽ, നീ എനിക്ക് അധികം നൽകിയാൽ അതിനനുസരിച്ച് സദഖ ഞാൻ കൊടുക്കും എന്ന നല്ല നിയത്തും ആ പ്രവർത്തനം ഉണ്ടെങ്കിൽ തീർച്ചയാണ് നാം നമ്മുടെ അമലുകൾ നാളെ ആഖിറത്തിലെത്തുമ്പോ വലിയ സദഖ കൊടുത്ത കൂലിയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സദഖ എന്നുള്ളത് കരുണയുടെ ഒരു ഭാഗമാണ്, സൽസ്വഭാവത്തിന്റെ അടയാളമാണ്. റമളാനിലാകുമ്പോൾ ഒരുപാട് സദഖകൾക്ക് അവസരം ഉണ്ടാകും, ഒരുപാട് സദഖകൾക്ക് അവസരമുണ്ടാകും. അതൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തണം. സദഖ നൽകിയിട്ട് വാങ്ങിയിട്ടല്ല, സദഖ നൽകിയിട്ട് ഉപയോഗപ്പെടുത്തണം. ചില ആളുകൾ എപ്പോഴും കീശയിൽ പൈസ, എന്തിന്? സദഖക്ക് വേണ്ടി മാത്രം. ഒരു 500 രൂപ 1000 രൂപ എല്ലാം ആണെങ്കിൽ എപ്പോഴും സദഖ കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ഒരു 100 രൂപന്റെ, ഒരു 50 രൂപന്റെ എപ്പോഴും ചില്ലറ വെക്കുന്നത്. ഉദ്ദേശം തന്നെ ബസ്സിന് കൊടുക്കാനല്ല, ഉദ്ദേശം തന്നെ പള്ളിയിൽ ഉറുതി വന്നാൽ ആ മുത്തഅല്ലിമിന് നൽകണം. ഒരാൾ സഹായിക്കാമെന്നാ സഹായം ചോദിച്ചാൽ അവർ നൽകണം. സാധിക്കുന്ന സംഖ്യകൾ ഇപ്പോഴും നൽകിക്കൊണ്ടേയിരിക്കണം. സദഖ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയമാണ്. സമയം തീരാനായി, ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയാണ്. സദഖ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയമാണ്. പെട്ടെന്ന് സ്വാലിഹീങ്ങളിൽ പെടാനുള്ള ഒരു വലിയ മാർഗമാണ് സദഖ. ഒരാൾ ഒരിക്കൽ നിസ്കരിച്ചെങ്കിൽ അയാൾ സ്വാലിഹ എന്ന് പറയാൻ പറ്റൂല. കാരണം എന്താ? നിസ്കാരം പതിവാക്കുന്നവരാണ് സ്വാലിഹീങ്ങൾ. ഒരു നോമ്പ് നോക്കിയാൽ അയാൾ സ്വാലിഹ എന്ന് പറയാൻ പറ്റൂല. കൃത്യമായ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നവരും പതിവാക്കുന്നവരുമാണ് സ്വാലിഹീങ്ങൾ. സദഖ കൊണ്ട് പെട്ടെന്ന് സ്വാലിഹീങ്ങളിൽ പെടാം. അതുകൊണ്ടല്ലേ വിശുദ്ധമായ ഖുർആനിൽ റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, മനുഷ്യൻ, അതേ അടിമ, അവന്റെ അടുക്കലേക്ക് അവന്റെ റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്ത് വന്നാൽ മലക്കുൽ മൗത്തിനോട് അവൻ പറയുന്നുണ്ട്,
ഞാൻ നാളത്തെ പുതിയ പിള്ളയാണല്ലോ, ഒരു കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, ഒരൽപ്പം സമയം പിന്തിപ്പിക്കുമോ? അല്ലെങ്കിൽ എന്റെ ഷോപ്പിന്റെ ഉദ്ഘാടനം നടക്കുകയാണ് ഇന്ന് ഉച്ചക്ക്, ഇപ്പൊ ഞാൻ മരിക്കുകയാണോ, പിന്തിപ്പിക്കുമോ? ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. എന്റെ മകളെ കല്യാണാണ്, എന്റെ വീടിന്റെ പണി തീർന്നിട്ടില്ല, എന്തു പറഞ്ഞിട്ടും കാര്യമില്ല, പിന്തിപ്പിക്കൂലല്ലോ. ആ മരിക്കുന്ന ആള് റൂഹ് പിടിക്കുമ്പോ മലക്കുൽ മൗത്തിനോട് പറയുന്നത്, ഒരല്പസമയം മാറ്റിവെച്ചാൽ, ഒരല്പസമയം എനിക്ക് നീട്ടിത്തന്നാൽ ഞാൻ സദഖ ചെയ്തു കൊള്ളാം, സദഖ ചെയ്തിട്ട് സ്വാലിഹീങ്ങളിൽ പെട്ടവനായേക്കാം. അതുകൊണ്ട് നീട്ടിത്തരണം. സദഖ പെട്ടെന്ന് സ്വാലിഹീങ്ങളിൽ പെടാനുള്ള വലിയൊരു കാരണമാണ്. സദഖ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. എപ്പോഴും സദഖ നാം ദീനിന്, സ്ഥാപനങ്ങൾക്ക്, നമ്മുടെ പള്ളികൾക്ക്, സാധുക്കൾക്ക്, കുടുംബത്തിന്, അയൽവാസികൾക്ക് എപ്പോഴും സദഖ കൊടുക്കണം. അത് നമ്മുടെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെയും മോക്ഷത്തിന് വലിയ കാരണമാണ്. സദഖ കൊണ്ട് സന്തോഷിച്ച ഒരു ഖബറാളിയുണ്ട്, ഒരു ചെറുപ്പക്കാരൻ. സദഖ കൊണ്ട് ആ ഖബറാളി സന്തോഷിച്ചു. മഹാനായ ശൈഖ് സ്വാലിഹുൽ ബുറ തങ്ങളുടെ ചരിത്രത്തിൽ അത് കാണാം. വലിയ മഹാനാണ് മഹാനരായ ശൈഖ് സ്വാലിഹുൽ ബുറ തങ്ങൾ. ശൈഖ് സ്വാലിഹുൽ ബുറ തങ്ങൾ വെള്ളിയാഴ്ച രാവിലെ സുബഹി ജമാഅത്തിന് വേണ്ടി പള്ളിക്ക് പോവാൻ, സുബഹി ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോവുകയാണ്. നേരത്തെ പോയിട്ട് പള്ളിയിലിരുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പള്ളിയിൽ സുബ്ഹി ബാങ്കും പ്രതീക്ഷിച്ച് തഹജ്ജുദ് നിസ്കരിച്ച് ദിക്റിലും ദുആയിലും ഖുർആനിലുമായി അല്ലാഹുവിന്റെ പള്ളിയിൽ ശൈഖ് സാലിഹുൽ ബുറ തങ്ങൾ ഇരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹി ബാങ്ക് പ്രതീക്ഷിച്ചിരിക്കുന്നതല്ലേ, ഉറക്കിൽ അല്പം മയങ്ങിപ്പോയതാണ്. ഇരുത്തത്തിൽ അല്പം മയങ്ങിപ്പോയതാണ്, ഉറങ്ങിപ്പോയതാണ്. ഉറക്കത്തിൽ ഒരു സ്വപ്നം കാണുകയാണ്. സുബ്ഹി ബാങ്കും പ്രതീക്ഷിച്ചിരിക്കുമ്പോ ആ ഇരുത്തത്തിൽ ഉറങ്ങിയതാണ്. ഉറക്കത്തിൽ ഒരു സ്വപ്നം കാണുകയാണ്. സ്വപ്നം എന്താണെന്നല്ലേ? ഒരു വിശാലമായ വിജനമായ ഒരു പ്രദേശമാണ് സ്വപ്നത്തിൽ കാണുകയാണ്. അതൊരു ഖബർസ്ഥാനാണ്. ഒരുപാട് മരണപ്പെട്ടവരെ മറവ് ചെയ്ത വിശാലമായൊരു ഖബർസ്ഥാനാണ്. സുബ്ഹാനല്ലാഹ്, സാലിഹുൽ ബുറ തങ്ങൾ നോക്കുമ്പോ ഓരോ ഖബറാളിയും അവരവരുടെ ഖബറിന്റെ പുറത്ത് നിൽക്കുകയാണ്. ഓരോ ഖബറാളിയും അവരവരുടെ ഖബറിന്റെ പുറത്ത് നിൽക്കുകയാണ്. അവരെ കയ്യിലൊരു പാത്രമുണ്ട്. ആ പാത്രത്തിൽ നിറയെ വിഭവങ്ങളുണ്ട്. പ്രിയപ്പെട്ട ഉമ്മമാരെ, മനസ്സിലാക്കണം. ഈ ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇത് പറയാൻ കാരണം സദഖയുടെ മഹത്വം അറിയാൻ വേണ്ടിയാണ്. ശൈഖ് സാലിഹുൽ ബുറ തങ്ങൾ പറയാണ്, ഞാനങ്ങനെ സ്വപ്നം കാണുന്നു. ആ വിജനമായ ഖബർസ്ഥാനിലെ, ശ്മശാനത്തിലെ ഓരോ ഖബറാളിയും ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് അവരവരുടെ ഖബറിന്റെ മുകളിൽ നിൽക്കുകയാണ്. ഓരോ ഖബറാളിയുടെ കയ്യിലും ഒരു പാത്രമുണ്ട്. ആ പാത്രത്തിൽ നിറയെ വിഭവങ്ങളുണ്ട്. ആ വിഭവങ്ങൾ ഒരു തുണിക്കഷ്ണം കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഓരോ ഖബറാളിയും സന്തോഷത്തോടെ തന്റെ ഖബറിനകത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. പക്ഷേ ആ ഖബർസ്ഥാനിന്റെ ഒരു ഭാഗത്ത് ഒരു ചെറുപ്പക്കാരനുണ്ട്. എല്ലാ ഖബറാളിയുടെ മുഖത്തും സന്തോഷം കാണുമ്പോ ഈ ചെറുപ്പക്കാരനായ ഖബറാളിയുടെ മുഖത്ത് സന്തോഷമില്ല. എല്ലാ
ഖബറാളിയും നല്ല വസ്ത്രം ധരിച്ചവരാണ്. ഈ ചെറുപ്പക്കാരന്റെ വസ്ത്രം മുഷിഞ്ഞ വസ്ത്രമാണ്. എല്ലാ ഖബറാളിയുടെ കയ്യിലുമുള്ള പാത്രത്തിൽ നിറയെ വിഭവങ്ങളുണ്ട്. ഈ ഖബറാളിയുടെ കയ്യിലുള്ള പാത്രത്തിൽ വിഭവങ്ങളില്ല, സന്തോഷത്തിന്റെ അടയാളങ്ങളില്ല. സാലിഹുൽ ബർറ് തങ്ങൾ ചോദിക്കാണ്, എന്തേ മനുഷ്യ, എല്ലാവരും സന്തോഷിക്കുന്നു, എല്ലാവരുടെ കയ്യിലും പാത്രത്തിൽ നിറയെ വിഭവങ്ങളുണ്ട്, എല്ലാവരും നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട്, എല്ലാവരും മടങ്ങുന്നത് സന്തോഷത്തോടുകൂടെയാണ്. നീ നിന്റെ ഖബറിലേക്ക് മടങ്ങുന്നത് അതേ മാലി അറാക ഹസീന, നിന്റെ മുഖത്ത് ദുഃഖം കാണുന്നുണ്ടല്ലോ, എന്തേ ദുഃഖം പ്രകടമാകുന്നത്? മാലി അറാക ഹസീന വമല്ലദീ റഅയ്തു, ഞാൻ കാണുന്നത് എന്താണ്? നിന്റെ ദുഃഖമെന്ത്? നിന്റെ പ്രയാസമെന്ത്? ചെറുപ്പക്കാരൻ പറയാണ്, ശൈഖ് അവറുകളെ, ഈ ഖബർസ്ഥാനി, വിശാലമായ ഖബർസ്ഥാനിൽ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? ആ മരണപ്പെട്ട ഈ ഖബറാളികളെ കുടുംബത്തിൽ നിന്ന്, വേണ്ടപ്പെട്ടവരിൽ നിന്ന് പലരും ചെയ്ത സദഖകളെ കൊണ്ട് ഓരോ ഖബറാളിയും സന്തോഷിക്കുകയാണ്. ഈ വിശാലമായ ഖബർസ്ഥാനിൽ കിടക്കുന്ന ഓരോ ഖബറാളിക്കും അവരെ വീട്ടുകാരിൽ നിന്ന്, ബന്ധമുള്ളവരിൽ നിന്ന് സ്വതക്കയുടെ പ്രതിഫലം ലഭിച്ചിട്ട് ആ പ്രതിഫലം കൊണ്ട് അവർ സന്തോഷിക്കുകയാണ്, സന്തോഷത്തോടെ ഖബറിലേക്ക് മടങ്ങുകയാണ്. എനിക്ക് വേണ്ടി സ്വതക്ക ചെയ്യാൻ, എന്നെ ഓർക്കാൻ, എനിക്ക് വേണ്ടി ഹദിയ ചെയ്യാൻ ആരുമില്ല തങ്ങളെ. ലൈസ മൻ യദ്കുറുനി, എന്നെ ഓർക്കുന്നവരാരുമില്ല. ശൈഖ് അവറുകൾ ചോദിക്കുകയാണ്, എന്താ നിന്റെ പ്രശ്നം? എവിടെയാ നിന്റെ വീട്ടുകാര്? ആ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്, അല്ലയോ ശൈഖ് അവറുകളെ, എനിക്കൊരു ഉമ്മ ഉണ്ടായിരുന്നു. എന്റെ ബാപ്പ മരിച്ചതാണ്, എന്റെ ഉമ്മ വിധവയാണ്, ഞാനൊരു യതീമായ കുട്ടിയാണ്. ഉമ്മയുടെ കൂടെ യാത്ര പോകുമ്പോഴാണ് ഞാൻ മരിക്കുന്നത്. വിജനമായ സ്ഥലത്ത് ഞാൻ മരിച്ചപ്പോ അവിടെയുള്ള നാട്ടുകാരെ സഹായത്തോടെ എന്നെ മറവ് ചെയ്ത് ഉമ്മ നാട്ടിലേക്ക് പോയി. പിന്നെ നാട്ടിലേക്ക് പോയതിനു ശേഷം വേറെ ഒരു കല്യാണം കഴിച്ചു. വേറെ ഒരു കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ചിട്ട് ഇപ്പോഴും ഉമ്മ ഹയാത്തിലാണ്. നല്ല സന്തോഷമുള്ള ജീവിതമാണ്. പക്ഷേ ഇത് ലൈസ മൻ യദ്കുറുനി, എന്നെ ഓർക്കാൻ ആരുമില്ല. ഉമ്മക്ക് എന്നെ ഓർമ്മയില്ല. എനിക്ക് വേണ്ടി ഉമ്മ ദുആ ചെയ്യുന്നില്ല. എനിക്ക് വേണ്ടി ഉമ്മ സ്വതഖ ചെയ്യുന്നില്ല. എനിക്ക് വേണ്ടി ഉമ്മ ഹദിയ നൽകുന്നില്ല. ശൈഖ് അവറുകൾ ചോദിക്കുകയാണ്, ഐന മൻസിൽ ഉമ്മിക, നിന്റെ ഉമ്മയുടെ വീട് എവിടെയാണ്? ഐന മൻസിൽ ഉമ്മിക, നിന്റെ ഉമ്മയുടെ വീട് എവിടെയാണ്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു കൊടുക്കുന്നു, ഇന്ന സ്ഥലത്താണ്. അതേ ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണർന്ന മഹാനായ സാലിഹുൽ ബർറ് തങ്ങള്, ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണർന്ന സാലിഹുൽ ബർറ് തങ്ങള് സ്വപ്നത്തിൽ അറിയിച്ചത് പ്രകാരം വീട് ലക്ഷ്യമാക്കി നടക്കുകയാണ്. നടന്നു ആ വീടെത്തുകയാണ്. നടന്നു ആ വീടെത്തുകയാണ്. വീട്ടിലെത്തിയപ്പോ ഒരു ഉമ്മയുണ്ട് വീട്ടിൽ, ഉമ്മ മാത്രം. ഉമ്മ ചോദിക്കുന്നു, നിങ്ങൾ എന്തേ വന്നത്? സാലിഹുൽ ബർറ് തങ്ങൾ പറയാണ്, ഞാൻ സാലിഹുൽ ബർറാണ്. ഉമ്മ അത്ഭുതപ്പെട്ടു. ഇക്കാലത്ത് അറിയപ്പെട്ട സർവരാലും ആദരിക്കപ്പെടുന്ന വ്യക്തിയല്ലേ, നിങ്ങൾ എന്തേ പാവപ്പെട്ട എന്റെ വീട്ടിലേക്ക് വന്നത്? ഉമ്മ ഇത് ചോദിക്കുമ്പോ സാലിഹുൽ ബർറ് തങ്ങൾ ചോദിക്കുന്നുണ്ട് ആ ഉമ്മയോട്, ഉമ്മാ ഹല്ലക വലദൂൻ, നിങ്ങൾക്ക് കുട്ടിയുണ്ടോ? നിങ്ങൾക്ക് മകനുണ്ടോ? സാലിഹുൽ ബർറ് തങ്ങൾ ചോദിച്ചു, ഉമ്മ നിങ്ങൾക്ക് മകനുണ്ടോ? ഉമ്മ പറഞ്ഞു, ലാ
എനിക്ക് മകനില്ല. ഇത് പറഞ്ഞപ്പോ സാലിഹുൽ ബുർറ തങ്ങൾ രണ്ടാമത് ചോദിക്കുന്നത് ഒരൽപ്പം ഗൗരവത്തിലാണ്, മുഖം വിവർണമായിട്ടുണ്ട്, ശബ്ദത്തിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഗൗരവത്തോടെ ഉമ്മയോട് ചോദിക്കുന്നത്, ഉമ്മാ ഹൽ കാന ലകി വലദൂൻ. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് കുട്ടിയുണ്ടോന്നല്ലേ? ഇല്ലെന്നല്ലേ മറുപടി. രണ്ടാമത് ചോദിക്കുന്നത് ഹൽ കാന ലകി വലദുൻ, നിങ്ങൾക്ക് മക്കളുണ്ടായിരുന്നോ? നിങ്ങൾക്ക് കുട്ടി ഉണ്ടായിരുന്നോ? രണ്ടാമത്തെ ചോദ്യം കേട്ടപ്പോ ഉമ്മയുടെ മുഖം വിവർണമായി. ഉമ്മ കരയാൻ തുടങ്ങി. ഫബകത്, ഉമ്മ കരഞ്ഞു. കുട്ടി ഉണ്ടോന്ന് ചോദിച്ചപ്പോ ഇല്ല എന്നാ പറഞ്ഞത്. കുട്ടി ഉണ്ടായിരുന്നോ എന്ന് ഗൗരവത്തോട് ചോദിച്ചപ്പോ ഉമ്മക്ക് മകനെ ഓർമ്മ വന്നു. ഉമ്മയുടെ നിയന്ത്രണം വിട്ടു. ഫബകത്, ഉമ്മ കരയുകയാണ്. കരഞ്ഞുകൊണ്ട് സാലിഹുൽ ബുർറ തങ്ങൾ തങ്ങളോട് പറയാണ്, അല്ലയോ ശൈഖ് അവറുകളെ, എനിക്കൊരു കുട്ടിയുണ്ടായിരുന്നു, മരണപ്പെട്ടു പോയി. കരഞ്ഞുകൊണ്ട് ഉമ്മ സങ്കടം പറയുമ്പോ സാലിഹുൽ ബുർറ തങ്ങൾ വിഷയങ്ങളൊക്കെ ധരിപ്പിക്കുകയാണ്. ഇത് ലൈസ മയ്യദ്കുറുനി, എന്നെ ഓർക്കുന്ന ആരുമില്ലെന്നാണ് നിങ്ങളെ കുട്ടി പറഞ്ഞത്. നിങ്ങൾ ഉമ്മയല്ലേ, മകന് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? മകന് വേണ്ടി സ്വതക്ക കൊടുക്കുന്നില്ലേ? ഉമ്മ നേരെ വീടിന്റെ ഉള്ളിലേക്ക് പോയി. വീടിന്റെ ഉള്ളിലുള്ള ദീനാറോ ദിർഹമോ പണത്തിന്റെ സഞ്ചി എടുക്കുന്നു. ആ സഞ്ചി അങ്ങനെ തന്നെ കൊണ്ടുവരുന്നു. ആ സഞ്ചി കൊണ്ടുവന്നിട്ട് ശൈഖ് അവറുകളോട് പറയാണ്, ശൈഖ് അവറുകളെ, ഇത് നിങ്ങളെ പിടിക്കണം. എന്നിട്ടോ എന്റെ മകന്റെ ഖബറിലെ രക്ഷയ്ക്ക് വേണ്ടി, എന്റെ മകന്റെ പരലോക മോക്ഷത്തിന് വേണ്ടി ഈ സമ്പത്ത് മുഴുവനും നിങ്ങൾ സ്വതക്ക ചെയ്യണം. മകന് വേണ്ടി ഹദിയ ചെയ്യണം. സാലിഹുൽ ബുർറ തങ്ങൾ ഇറങ്ങുകയാണ്. ആ സമ്പത്ത് മുഴുവനും സ്വതക്ക ചെയ്യുകയാണ്. ഒരാഴ്ച കഴിഞ്ഞു. തൊട്ടടുത്ത വെള്ളിയാഴ്ച അതുപോലെ സുബഹി ജമാഅത്ത് പ്രതീക്ഷിച്ച് ശൈഖ് അവറുകൾ പള്ളിയിരുത്തുന്നു. ദിക്റിലും ദുആയിലുമായിരുന്ന എടുത്ത് അല്പം മയക്കത്തിൽ ഉറക്കിലേക്ക് നീങ്ങുന്നു, ഉറങ്ങിപ്പോകുന്നു. അതേ സ്വപ്നത്തിരതാ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടതുപോലെ ഖബറാളികൾ അവരവരുടെ ഖബറിന് മുകളിൽ സന്തോഷത്തോടെ നിൽക്കുന്നു. സാലിഹുൽ ബുർറ തങ്ങൾ അന്വേഷിക്കുന്നത് ഈ ചെറുപ്പക്കാരൻ എവിടെയെന്നാണ്. അതാ ചെറുപ്പക്കാരനെ കാണുന്നു. മുഷിഞ്ഞ വസ്ത്രമല്ല, നല്ല മുന്തിയ വസ്ത്രമാണ്. മുഖത്ത് ദുഃഖത്തിന്റെ അടയാളമില്ല, സന്തോഷത്തിന്റെ അടയാളങ്ങളാണ്. കയ്യിലിരിക്കുന്ന പാത്രം കാലിയല്ല, നിറയെ വിഭവങ്ങളാണ്. ശൈഖ് അവറുകൾ പറയുകയാണ്, ഖബറിന്റെ മുകളിൽ പാത്രത്തിൽ നിറയെ വിഭവങ്ങളുമായി നല്ല വസ്ത്രം ധരിച്ച് സന്തോഷത്തിന്റെ മുഖമായി നിൽക്കുന്ന ആ ചെറുപ്പക്കാരനെ ഞാൻ നോക്കി നിൽക്കുമ്പോ ആ ചെറുപ്പക്കാരൻ ഖബറിലേക്ക് ഇറങ്ങുകയാണ്. ഖബറിലേക്ക് ഇറങ്ങിപ്പോകുമ്പോ എന്നെ നോക്കി ചെറുപ്പക്കാരൻ പറയാണ്, ജസാക്കല്ലാഹ് ജസാക്കല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സദഖ കൊണ്ട് കിട്ടുന്ന നേട്ടമെന്ത്? നമുക്ക് നേട്ടമുണ്ട്. നമ്മിൽ നിന്ന് വിട പറഞ്ഞു ഖബറിൽ കിടക്കുന്നവർക്ക് വലിയ നേട്ടമുണ്ട്. സദഖ പതിവാക്കണം. സദഖ കാരുണ്യത്തിന്റെ ഭാഗമാണ്. സദഖ സൽസ്വഭാവത്തിന്റെ അടയാളമാണ്. സദഖ ആഖിറത്തിലേക്കുള്ള രക്ഷാ കവചമാണ്. എപ്പോഴും സദഖ ചെയ്യണം. ഈ സ്ഥാപനത്തിന്റെ സഹകാരികളാവണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നേതാ ദിവസം? റമളാൻ 3 നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരുടെ നേതാവായ, സ്വർഗീയ വനിതകളുടെ നേതാവായ, ലോക നേതാവിന്റെ പ്രിയപ്പെട്ട മകളായ ബീവി ഫാത്തിമ
റളിയല്ലാഹു അൻഹാ അവിടുന്ന് വഫാത്തായ ദിവസമാണ്. അവിടത്തേക്കൊരു ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ് ദുആയിലേക്ക് കടക്കുകയാണ്. ഉമ്മമാരെല്ലാ ആളുകളും ഫാത്തിമ ഉമ്മയെ ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട്. ഫാത്തിമ ഉമ്മ ജീവിതത്തിൽ പഠിക്കാൻ വലിയ പാഠമുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രായമായപ്പോൾ പുതിയാപ്പളയെ അന്വേഷിച്ചു. കൂട്ടുകാരനായ സിദ്ദീഖ് തങ്ങളുണ്ട്, ധീരനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുണ്ട്, സമ്പന്നനായ പല സ്വഹാബികളുമുണ്ട്. പക്ഷേ ഇൽമു കൊണ്ടാണ് ഹബീബായ തങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അന മദീനത്തുൽ ഇൽമി വഅലിയുൻ വഅലിയുൻ ബാബുഹാ, ഞാൻ അറിവിന്റെ ഇൽമിന്റെ പട്ടണമാണ്. അലി റളിയല്ലാഹു അൻഹു ആ ഇൽമിന്റെ പട്ടണത്തിന്റെ കവാടമാണ് എന്ന് ലോക നേതാവ് പരിചയപ്പെടുത്തിയ വലിയ ഇൽമിന്റെ ഉടമയാണ്, ആലിമാണ് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. സാമ്പത്തികമായി പ്രയാസമുള്ളയാൾ. അങ്ങനെയുള്ള നല്ല ഒരാളെയാണ് മകൾക്ക് വേണ്ടി തങ്ങൾ തെരഞ്ഞെടുത്തു കൊടുക്കുന്നത്. ഫാത്തിമ ബീവി, ആ ചരിത്രത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇവിടെ ജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടി ഒരു കഥ മാത്രം പറയാം. ഫാത്തിമ ബീവി വീട്ടിൽ പണിയെടുത്ത് കൈയിന്റെ തോലൊക്കെ പോയി, നമ്മളെ പൊരയിൽ പെങ്ങന്മാരൊക്കെ സോപ്പ് ഉപയോഗിച്ചിട്ട്, സർഫ് ഉപയോഗിച്ചിട്ട്, ഷാമ്പു ഉപയോഗിച്ചിട്ട്, പാത്രം കയറ്റി പിന്നെ കൈയിന്റെ തോല് ആകെ എന്തൊക്കെയായി, അത് ചില തോലുകളൊക്കെ പിന്നെ മുറിവ് വന്ന് പല രൂപത്തിൽ ചൊറികളൊക്കെ പോയി, കൈ വെള്ളം തൊടാൻ പോലും പറ്റാത്ത അവസ്ഥയിലൊക്കെ ആകുന്ന ഉമ്മമാരൊക്കെ ഉണ്ട്, അവർക്ക് പ്രയാസപ്പെടുന്നുണ്ട്. അതുപോലെ ഫാത്തിമ ബീബി വീട്ടിൽ പണിയെടുത്ത് പ്രയാസപ്പെട്ട് അപ്പോഴാണ് അറിയുന്നത് ബാപ്പ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യുദ്ധം കഴിഞ്ഞു വന്നിട്ട് ഒരുപാട് സമ്പത്തുമായിട്ട് വന്നിട്ടുണ്ട്, ഒരുപാട് അടിമകളെയുമായിട്ട് വന്നിട്ടുണ്ട്, അടിമകളെ കിട്ടിയിട്ടുണ്ട്. അപ്പോ ആരോ പറഞ്ഞു, ബാപ്പയോട് ചോദിച്ചു നോക്ക്, അടിമയെ കിട്ടും, വീടിന്റെ പണിക്ക് സഹായാവല്ലോ. ബാപ്പയോട് പോയി ചോദിച്ചു. ദീർഘമായ ചരിത്രം, ഇത് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ബാപ്പയോട് അടിമയെ ചോദിച്ചു. എന്തിന്? വീടിന്റെ പണിക്ക് സഹായത്തിന് വേണ്ടി. അപ്പൊ തിരിച്ചയച്ചു. രാത്രിയിൽ ഇശാ നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീബിയുടെ വീട്ടിലേക്ക് വന്നു. അപ്പോ ഫാത്തിമ ബീബിയും അലി റളിയല്ലാഹു അൻഹുവും കട്ടിലിൽ കിടക്കുകയാണ്, ഭാര്യയും ഭർത്താവും. അവിടെ വന്നിട്ട് രണ്ടാളുടെയും നടുവിലങ്ങ് ഇരുന്നു കൊടുത്തു. ആ ഒരു സ്നേഹവും സൗഹൃദവും അവരുടെ ബന്ധവും അത്രമാത്രമാണ്. ബന്ധം ആ രൂപത്തിലുള്ളത് കൊണ്ടാണ് ആ രൂപത്തിൽ ഇടപെടുന്നത്. ഫാത്തിമ ബീബിയും അലിയാർ തങ്ങളുണ്ട്. അവിടെ വന്ന് അവർക്ക് നടുവിലിരുന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ മോള് അടിമ സ്ത്രീയെ അല്ലേ ചോദിച്ചത്? എന്റെ മോള് ചോദിച്ചത് പൊരക്ക് പണിക്ക് സഹായത്തിന് ആളല്ലേ ചോദിച്ചത്, കഷ്ടാന്ന് പറഞ്ഞിട്ട്. അതിനേക്കാളും ചോദിച്ചത് അടിമ സ്ത്രീയല്ലേ, അതിനേക്കാളും വലിയ ഒന്ന് ഞാൻ തരാം. ഹബീബായ തങ്ങൾ പറയാണ്, മോളെ രാത്രി കടന്നുറങ്ങുമ്പോ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ നീ ചൊല്ലിക്കോ. അവസാനത്തെ 34 ചെല്ലാൻ കാരണം 100 പൂർത്തിയാക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ എന്ത് കിട്ടിയ? പഞ്ചാര ചോദിച്ചപ്പോ പഞ്ചാര കിട്ടിയ, ചോദിച്ചത് പഞ്ചാരയാണ്, കിട്ടിയത് വേറെന്തോ ആണ്. വീട്ടിലെ പണിക്ക് വേണ്ടി ഒരു അടിമ സ്ത്രീയെ സഹായം ചോദിച്ചപ്പോ കിട്ടിയത് ഈ ദിക്റാണ്. എന്നിട്ട് പറഞ്ഞതോ, ആ അടിമ സ്ത്രീയെ കിട്ടുന്നേക്കാളും വലിയ നേട്ടം, വലിയ കാര്യമാണ് നിനക്ക് തരുന്നത്. മകള് കുറ്റം പറഞ്ഞില്ല, പരാതി പറഞ്ഞില്ല, സന്തോഷത്തോടെ സ്വീകരിച്ചു, അത് പതിവാക്കി. മഹാന്മാർ പറയുന്നുണ്ട് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട്, രാത്രി കടന്നുറങ്ങുമ്പോ ഈ ദിക്ർ ചൊല്ലി കടന്നാൽ പിറ്റേ ദിവസം നല്ല റാഹത്തോടു കൂടി ചെല്ലണം. സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്, അങ്ങനെ ചെല്ലണം. സുബ്ഹാനല്ലാഹ്, ആ ലാസ്റ്റത്തെ അല്ലാഹ് എന്ന വാക്കിന്റെ ലാസ്റ്റ് ഹ ഉണ്ട്. അല്ലാഹ് അല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, ആ രൂപത്തിൽ ചെല്ലണം. നമ്മളെ സ്പീഡ് ചെല്ലുമ്പോ എന്താവും? നിസ്കാരത്തിന് ശേഷം ആർക്കു വേണ്ടി ചെന്നില്ലേ, സ്പീഡ് ചെല്ലുമ്പോ ആകെ അർത്ഥം മാറിപ്പോവും, വാചകം തന്നെ മാറിപ്പോവും. സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാൻ സൂസു മാത്രം കേൾക്കും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ ചൊല്ലി ലാസ്റ്റ്
എന്തുമില്ല. അത് എന്തും ഇല്ലാതായിട്ട് എത്ര മനോഹരമായ ദിക്റാണ് അൽഹംദുലില്ലാഹ്. സ്പീഡായിക്കോ, തെറ്റു വരാൻ പാടില്ല. അൽഹംദുലില്ലാഹ് 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 ആ രൂപത്തിലാണ് ചെല്ലേണ്ടത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ചെറിയ ഒരു 1-2 മിനിറ്റിന്റെ ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സ്പീഡ് ചെല്ലുന്നത്. അത് എല്ലാം പോയി, അർത്ഥം തന്നെ തെറ്റി, കൂലിയല്ല കുറ്റം കിട്ടി. അല്ലാഹു നമ്മെ സലാമത്താക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒരു 3 മിനിറ്റ് വേണ്ട ഇത് 100 ചെല്ലാൻ. 3 മിനിറ്റ് വേണ്ട, നിങ്ങൾ ചെല്ലി നോക്ക്. 2 മിനിറ്റ് കൊണ്ട് 100 നമുക്ക് ചൊല്ലി തീർക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്, അങ്ങനെ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, അങ്ങനെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ 100 തവണ ചെല്ലിയാൽ 2 മിനിറ്റ് മതി. ഈ 2 മിനിറ്റ് ഉപയോഗപ്പെടുത്തിയാൽ മഹാന്മാര് പറയുന്നുണ്ട്, വീട്ടിലെ പണിക്ക് വേണ്ടി സഹായത്തിന് ചോദിച്ചതല്ലേ, ഹബീബായ തങ്ങൾ നിർദ്ദേശിച്ച ദിക്റല്ലേ. മഹാന്മാർ പറയുന്നുണ്ട്, രാത്രി കിടന്നുറങ്ങുമ്പോ ഈ ദിക്ർ ചൊല്ലിയാൽ പിറ്റേ ദിവസം നല്ല ഉന്മേഷം കിട്ടും, നല്ല ആരോഗ്യം കിട്ടും, വീട്ടുജോലികൾക്ക് നല്ല റാഹത്ത് കിട്ടും. ഒറ്റക്ക് ചെയ്യുന്നതിനേക്കാളും പവറുള്ള കൂടുതൽ ചെയ്യാൻ വേണ്ടിയുള്ള തൗഫീഖ് ലഭിക്കും. മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇത്തരം ദിക്റുകൾ ഫാത്തിമ ബീബിയുടെ ജീവിതത്തിലുള്ള ഒരുപാട് പാഠങ്ങളുണ്ട്. അതിലൊരു പാഠമാണ് രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഈ ദിക്ർ ചൊല്ലുക എന്നുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, എല്ലാ ദിവസവും മഹാനരായ സയ്യിദ് ത്വാഹിറുൽ ലഹ്ദൽ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് അവിടുത്തെ ചാര് നല്ല ഇൽമിന്റെ മജ്ലിസ് ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ സ്ഥാപനത്തിന്റെ സാരഥികൾ ഇന്നലെ ഇവിടെ പ്രഭാഷണം നടന്നു. നാളെയും മറ്റന്നാളും ഒക്കെ നടക്കാനുണ്ട്. നല്ല നല്ല മജ്ലിസുകളിൽ നിങ്ങളൊക്കെ പങ്കെടുക്കണം. ഇൽമ് പരമാവധി നേടിയെടുക്കണം. ഒരു 2 മണിക്കൂർ നിങ്ങൾ ഇവിടെ ഇരുന്നു. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടില്ല, മൊബൈൽ കളിച്ചു, സംസാരിക്കണം, മൊബൈൽ കളിക്കണം എന്നല്ല പറഞ്ഞ, എങ്കിലും ഈ ഇരുത്തം 2 മണിക്കൂർ അള്ളാഹുവിന്റെ ഇൽമാണ് നാം കേൾക്കുന്നത്. വിശുദ്ധമായ റമളാനിന്റെ പവിത്രമായ മജ്ലിസാണ് ഇത്. വലിയ സൽക്കർമ്മമാണ്. അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ റഹ്മത്തിന്റെ പത്തിൽ റഹ്മത്ത് ധാരാളം ചോദിക്കണം. എപ്പോഴും ചോദിക്കാം റഹ്മത്ത്. പക്ഷെ സ്പെഷ്യൽ ഓഫർ നൽകിയ ദിവസം പ്രത്യേകമായ പരിഗണനയാണ്. അതങ്ങനെ തന്നെയല്ലേ? ചില ഓഫറുകളൊക്കെ ചില ഷോപ്പുകാരൊക്കെ നൽകിയാൽ ആ ഓഫറിന്റെ ദിവസം പോയാൽ പ്രത്യേകമായ പരിഗണനയാണ്. അതുകൊണ്ട് റഹ്മത്തിന്റെ കവാടം തുറന്നു വെച്ചിരിക്കുകയാണ്. ചോദിക്കാൻ മാത്രമാണ്. അള്ളാഹു കാത്തിരിക്കുന്നുണ്ട്. മനസ്സ് നിറഞ്ഞു ചോദിക്കണം, ഖൽബറിഞ്ഞു ചോദിക്കണം. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ ഇർഹംനി, എനിക്ക് നീ റഹ്മത്ത് ചെയ്യണേ. اللهم ارحمني يا ارحم الراحمين. കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും വലിയ കരുണ ചെയ്യുന്ന അല്ലാഹ്. അർത്ഥം ചിന്തിച്ചുകൊണ്ട് പറയാൻ ശ്രമിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റഹ്മത്തിന്റെ 10 നോമ്പുകാരായി നാം ഇവിടെ ഇരുന്നല്ലോ. ഒരു 10 തവണ നമുക്ക് ചെല്ലാം, അധികം വേണ്ട. ഒരു 10 തവണ. ഈ 10 തവണ നല്ല നിയത്തോടുകൂടി ചെല്ലണം. ഇപ്പൊ പറഞ്ഞ അർത്ഥം മനസ്സിൽ കരുതണം. അല്ലാഹുവേ അർഹംനി, അല്ലാഹുവേ എനിക്ക് റഹ്മത്ത് ചെയ്യണേ, അല്ലാഹുവേ എനിക്ക് കരുണ ചെയ്യണേ. യാ അർഹമർ റഹീമീൻ. അർത്ഥം പറഞ്ഞ ഒരു 10 തവണ ഇൻഷാ അല്ലാഹ് നല്ല നിലക്ക് ചൊല്ലി ദുആ ചെയ്തു പിരിയാം. അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. എല്ലാവരും ഒന്നിച്ച് ചൊല്ലുക. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. اللهم ارحمني يا أرحم الراحمين. 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 اللهم ارحمني يا أرحم الراحمين.
اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين. ഫാത്തിമ ബീബിയുടെ ആണ്ടിന്റെ ദിവസമാണ്. ഫാത്തിമ ബീബിയുടെ ആ തവസ്സുൽ ബൈത്തിന്റെ ഒരു 3 വരി നമുക്ക് ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് പിരിയാം. അല്ലാഹു ഖബൂലാക്കട്ടെ. എല്ലാവരും ചൊല്ലാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു عليك يا حبيب الله الصلاة الصلاة والسلام ബിബല്ലാഹ് അറ്റലായ മുത്തിൻ പൂമകൾ ബീബി ഫാത്തിമത്തു സഹറ ആലമാകെ വാഴ്ത്തും പൂമകൾ ഉമ്മുൽ ഹസൻ والحسين لا إله إلا الله إلا الله لا إله إلا الله محمد رسول الله أهل بيت ഉമ്മയായവർ ആലും കൊല്ലും വാണവർ ഹൈദറോര് ബീവിയായവർ ഹയ്യുൻ ഹുബ്ബാൽ കണ്ടോവർ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അമലില്ല പാപം ചെയ്തു ഞാൻ സംഭം കൊണ്ടിവൻ വന്നിതാ സ്വർഗ ഹോരിബി സഹറയോരെ ബർക്കത്താലനി കാക്കണേ അസ്സലാത്തു വസ്സലാമു عليك يا رسول الله الصلاة والسلام عليك يا حبيب الله. فاطمة بيبيك وعندي الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على النور وأهله. റഹ്മാനും റഹീമുമായ അല്ലാഹ് ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂലാക്കണേ അല്ലാഹ്. ഖതഅകളും നുഖ്സാനുകളും സംഭവിച്ചത് പരിഹരിച്ച് കാമിലായ ഖബൂലിയത്ത് നൽകണേ അല്ലാഹ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹളറത്തിലേക്ക് ഈ മജ്ലിസിനെ നീ എത്തിക്കണേ അല്ലാഹ്.
ഈ ദിവസം ലോകം സ്മരിക്കുന്ന പ്രിയപ്പെട്ട മഹദി ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ, അവിടുത്തെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഈ സ്ഥാപനത്തിന്റെ തിരുമുറ്റത്ത് അന്തിയുറങ്ങുന്ന മഹാനരായ സയ്യിദ് ത്വാഹിറുൽ അഹ്ദൽ ഖദ്ദസല്ലാഹു സർഹുൽ അസീസ്, അവരുടെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഈ സ്ഥാപനത്തിൽ അന്തിയിറങ്ങുന്ന മഹാന്മാരുണ്ട്. വെള്ളിപ്പാടി ഉസ്താദുണ്ട്, ആദം സഖാഫി ഉസ്താദുണ്ട്, ഇസ്സുദ്ദീൻ സഖാഫി ഉസ്താദുണ്ട്, പയോട്ടതങ്ങൾ ഉസ്താദുണ്ട്, ബാക്കിയുള്ള മറ്റു മുഅ്മിനീങ്ങളുണ്ട്, സാലിഹീങ്ങളുണ്ട്. സർവരുടെയും ഖബറുകളിലേക്ക് ഈ മജ്ലിസിന്റെ മിസിൽ സവാബിനെ നീ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന്, വേണ്ടപ്പെട്ടവരിൽ നിന്ന്, ഞങ്ങളുമായി ബന്ധമുള്ളവരിൽ നിന്ന്, ദുആ കൊണ്ട് കടപ്പെട്ടവരിൽ നിന്ന്, ആരൊക്കെ മൗത്തായി ഖബറിൽ കിടക്കുന്നവരുണ്ടോ സർവ്വ ഖബറാളികൾക്കും ഈ മജ്ലിസിന്റെ മിസിൽ സവാബിനെ നീ എത്തിക്കണേ അല്ലാഹ്. ഈ മജ്ലിസ് കൊണ്ട് ഖബറുകളിൽ അവർക്ക് സന്തോഷം നൽകണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. മഹത്തായ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് റഹ്മാനും റഹീമുമായ അല്ലാഹ് ഞങ്ങളെ എല്ലാ ദോഷങ്ങളും പാപങ്ങളും മാപ്പാക്കി തരണേ അല്ലാഹ്. വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. നീ മാപ്പാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബുകളെ ശുദ്ധിയാക്കണേ അല്ലാഹ്. രണ്ട് ലോകത്തും വിജയം നൽകണേ അല്ലാഹ്. റമളാൻ അനുകൂലമാക്കി തരണേ അല്ലാഹ്. റമളാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഈ സ്ഥാപനത്തിന്റെ സഹായികൾ, സഹകാരികൾ എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്. ഈ സ്ഥാപനത്തെ ഉത്തരോത്തരം ഉയർച്ചയിലേക്ക് ഉയർത്തണം അല്ലാഹ്. മഹാനരായ സയ്യിദ് ത്വാഹിറുൽ അഹ്ദൽ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവരെ മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. പൊടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. നിന്റെ ത്വാഅത്തിലുള്ള ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. കടങ്ങളെ വീട്ടി തരണേ അല്ലാഹ്. എല്ലാ രോഗികൾക്കും പരിപൂർണമായ ശിഫ നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബനാ തഖബ്ബൽ മിന്നാ, ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. എല്ലാവരോടും പ്രത്യേകിച്ച് ഉമ്മമാരോടക്കം ദുആ വസിയത്ത് ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് തൽക്കാലം വിടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.